കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയരായ ദൈവമക്കളെയും പിതാക്കന്മാരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിരവധി ദൈവദാസന്മാർ, പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ദൈവം സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ദാനിയേൽ സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വരുവാനായിട്ടുള്ള ഒരു മുഖാന്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബെഞ്ചി ബ്രദറാണ്, സോളമൻ. അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭേദ്യമായൊരു ബന്ധം എളിയവർക്കുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി ദീർഘനാളുകൾ വളരെ സജീവമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പ്രവർത്തനവുമായിട്ട് അദ്ദേഹം തിരക്ക് ആയപ്പോഴാണ് നിരന്തരമായിട്ടുള്ള കൂട്ടായ്മ കുറഞ്ഞത്. എങ്കിലും സ്നേഹബന്ധം തുടരുവാൻ ദൈവടയാക്കുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അച്ഛന്മാർ റവറൻ മാത്യു വർഗീസ്, റവറൻ ബി ടി കുര്യൻ, റവറൻ ടി എ കുര്യൻ, റവറൻ ചാക്കോ തോമസ്, റവറൻ കെ എ തോമസ്, റവറൻ എം ഖിപ് ജേക്കബ്, എല്ലാവരെയും ഓർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിശി വന്ദനം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് പാസ്റ്റർ സുനിൽ ജോസഫ്, അദ്ദേഹം ഇവിടെയുണ്ട്. തന്നെ ഓർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാം ഫിലിപ്പ്, എബ്രഹാം ആദിയായ എല്ലാവരെയും ഓർക്കുന്നു. പ്രിയരായ നിരവധി പേർ സദസ്സിലുണ്ട്. പ്രിയ കോശാന്, മറ്റ് പിള്ളേരെ, എനിക്ക് പ്രിയരായ ഒത്തിരി പേരെ ഞാനിവിടെ കാണുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യക്തിപരമായ ഏറെ ബന്ധമുള്ളവരാണ്. അവരെല്ലാവരും പലരും പൗർഷ്യൻ ടീമുമായിട്ടുള്ള ബന്ധത്തിൽ സജീവമായി നിൽക്കുന്നവരാണ്. അവരെല്ലാം ഞാൻ ഓർക്കുന്നു, വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ലൈവിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ദൈവം എല്ലാ റിസോഴ്സുകളും ഒരുക്കി കൊടുക്കട്ടെ. സർവശക്തൻ്റെ വാഴ്വുകൾ ഇവിടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായി കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആ വാത്സല്യ മക്കളെ ഓർത്ത് നമുക്കൊന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ദൈവം കുഞ്ഞുങ്ങളുടെ ദൈവമാണ്. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അടുക്കൽ വിളിച്ച് അനുഗ്രഹിച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഈ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. സാധാരണഗതിയിലെ കൺവെൻഷനുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ദിവസം പല തടസ്സങ്ങൾ കാണും, ഒടുവിലത്തെ ദിവസവും പല കാര്യങ്ങളുണ്ട്. എന്നാലും ഒടുവിലത്തെ ദിവസത്തിൽ കൺവെൻഷൻ സംഘാടകരെടുക്കുന്ന ഒരു അധികാരമാണ് ഇച്ചിരി താമസിച്ച് പോകുക എന്ന് പറയുന്നത്. കാരണം പിറ്റേ ദിവസം വരണ്ടായല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേന് അത് മറന്നു പോകും. അങ്ങനെയുള്ള ഒരു ധൈര്യം ഞങ്ങൾ കൺവെൻഷൻ സംഘാടകർ എടുക്കാറുണ്ട്. എങ്കിലും അധികം നീട്ടാതെ നമുക്ക് ദൈവസന്നിധിയിൽ തിരുവചന ചിന്തയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എസ്തേറിൻ്റെ പുസ്തകമാണ് ധ്യാനത്തിനായിട്ട് എടുക്കുക. കഴിവതും പുസ്തകങ്ങൾ കരങ്ങളിലെടുത്ത് എസ്തേറിൻ്റെ പുസ്തകം, നമുക്കറിയാം വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളൊന്നാണ് എസ്തേറിൻ്റെ പുസ്തകം. അതുപോലൊക്കെ തന്നെ സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒന്ന് രൂത്തിൻ്റെ പുസ്തകവും മറ്റൊന്ന് എസ്തേറിൻ്റെ പുസ്തകമാണ്. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകം ഒന്ന് ധ്യാനിക്കുവാൻ ഇന്ന് രാത്രി ഒരു നിയോഗമുണ്ട്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ കാണുന്നു അതിൻ്റെ ഒരു പ്രവാസകാലം. പ്രവാസത്തിന് ഒടുവിൽ നാം കാണുന്നുണ്ട് ആലയം പണിയാൻ വേണ്ടി കോരശ് രാജാവ് വിളംബരം കൊടുക്കുകയും, അതാണ് എസ്രായുടെ പുസ്തകത്തിലൊക്കെ നാം കാണുക. അവർ ഗ്രൂപ്പായിട്ട് ആദ്യം സെരുബാബലിൻ്റെ നേതൃത്വത്തിലും പിന്നെ എസ്രായുടെ നേതൃത്വത്തിലും നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലൊക്കെ വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകാത്ത ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. അവർക്കുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ നാം കാണുകയാണ്. ആ പുസ്തകം, എസ്തേറിൻ്റെ പുസ്തകം, എന്തുകൊണ്ടും വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുന്ന ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ ലാഘവത്വത്തോടല്ല. ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തിലും ഇടപെടുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിലാണ് വേദപുസ്തക ചരിത്രം പഠിക്കേണ്ടത്. ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തിലും ഇടപെടുമെന്നുള്ള ഒരു ബോധ്യം. ഹല്ലേലൂയ. ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. അഹശ്വേരോശ് രാജാവിൻ്റെ കാലം, ആ കാലത്തെക്കുറിച്ച് കാണുന്നു. അവിടെ ശൂഷൻ രാജധാനി കാണുന്നുണ്ട്. അവിടെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഈ ശൂഷൻ രാജധാനി കാണുന്നുണ്ട്. നെഹമ്യാവ് എന്ന ഞാൻ ശൂഷൻ രാജധാനി ആയിരിക്കുമ്പോൾ ഹനാനിയും മറ്റു പുരുഷന്മാരും യെരൂശലേമിൽ നിന്ന് വരികയും ഞാൻ അവരെക്കുറിച്ച് ആ ദേശത്തെക്കുറിച്ച് ചോദിക്കുകയും അവർ ആ ദേശം വല്ലാതെ കഷ്ടത്തിലായിരിക്കുന്നു, അപമാനത്തിലായിരിക്കുന്നു, മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീ വെച്ചിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞു എന്നുള്ള ഒരു കാര്യം നെഹമ്യാവിൽ കാണുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു ശൂഷൻ രാജധാനിയാണ് ഇതിൻ്റെ കോണ്ടസ്റ്റ്. അവിടെ നടന്ന ഒരു കാര്യം ഇരിക്കുകയാണ്. വാഴ്ചയുടെ 3-ാം ആണ്ടിൽ 3-ാമത്തെ വാക്യം, തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിക്കുകയാണ്. രാജാക്കന്മാർ കൊടുക്കുന്ന വിരുന്ന്, ആ വിരുന്ന് എത്ര ദിവസം എന്ന് കാണുന്നുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും 127 സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് പാർസിയിലെയും മേദിയയിലെയും സേനാധിപന്മാരെയും പ്രഭുക്കന്മാരെയും സംസ്ഥാനത്തിൻ്റെ അധിപതികളെയും എല്ലാം വിളിച്ചു കൂട്ടി അവിടെ ഒരു വിരുന്ന് നടത്തുകയാണ്. അത് 1-2 ദിവസമല്ല, ഇതിപ്പം കുറച്ച് ദിവസങ്ങളുടെ ഒരു കൺവെൻഷൻ തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നടത്തുക.
എന്തുമാത്രം അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. എത്രയോ ദിവസത്തെ പ്ലാനിംഗ് ഉണ്ട്. ഈ വിരുന്ന് 1-2 ദിവസമല്ല, 180 ദിവസമാണ്. 180 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6-3-18 6 മാസം നീണ്ടിരുന്ന വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. വലിയൊരു കോൺഫറൻസാണ്. അവിടെ വലിയ സേനാനായകന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ വിരുന്ന് കഴിക്കുമ്പോൾ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപം ഈ രാജാക്കന്മാരുടെ ഹോളുകളെക്കുറിച്ചൊക്കെ നമ്മൾ ദർബാർ ഹോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ദർബാർ അടിക്കുകയാണ്. ജനത്തിൻ്റെ ടാക്സ് അല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ ദർബാർ കാണിച്ചുകൊണ്ട് രാജകീയ മഹത്വം കാണിച്ച് അതിൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപം കാണിച്ചുള്ള 180 ദിവസത്തെ വിരുന്ന് കോൺഫറൻസ് നടത്തി. അതിനുശേഷം ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 7 ദിവസത്തെ വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്നിൽ കാണുന്ന കാര്യങ്ങൾ, അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശണനൂല്, ധൂമ്രനൂല്, വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ, മർമ്മരക്കല്ല്, പിന്നെ പൊൻകസവും വെള്ളിക്കസവും ഉള്ള മെത്തകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. കുടിക്കാൻ കൊടുക്കുകയാണ്. ആവശ്യത്തിന് കുടിച്ചോളാൻ. ഈ പേർഷ്യൻ രാജാക്കന്മാരുമായിട്ട് അവിടെ ഉദ്യാനങ്ങളിൽ, ഇത് പൂന്തോപ്പിലാണ്, അവിടെ പറയുന്നുണ്ട്, പൂന്തോപ്പിൽ വെച്ച് നടത്തപ്പെട്ട ആ വിരുന്ന് 7 ദിവസം ഉദ്യാനത്തിലാണ്. അപ്പം പേർഷ്യൻ രാജാക്കന്മാരോടൊപ്പം സുൽത്താൻമാരോടൊപ്പം അവരുടെ ഉദ്യാനത്തിൽ വിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മാനുഷികമായ ആദരവാണ്. ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കുന്ന അന്ന് വലിയൊരു പദവിയായിട്ടാണ് അതിനെ കാണുക. അവിടെ 7 ദിവസത്തെ വലിയൊരു വിരുന്നാണ്. ആ 7 ദിവസത്തെ വിരുന്ന് പ്രതാപം കാണിച്ചുകൊണ്ടുള്ള വിരുന്നാണ്. ആ വിരുന്നിൽ അവർ പറയുന്നു, പൊൻപാത്രങ്ങളിൽ കുടിപ്പാൻ കൊടുത്തു, വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു, അങ്ങനെ ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുത്തു എന്ന് രാജാവ് പറഞ്ഞു. നിർബന്ധിക്കേണ്ട, മനസ്സുപോലെ കുടിച്ചോട്ടെ. അങ്ങനെ 7 ദിവസം, എല്ലാ ദിവസവും ഉണ്ടെങ്കിലും അവസാനത്തെ 7 ദിവസം മദ്യപാനത്തിൻ്റെ ബഹളമാണ്. മദ്യപാനത്തിൻ്റെ ബഹളത്തിലാണ് രാജാക്കന്മാരും പ്രിയപ്പെട്ടവരും എല്ലാം. സദസ്യവാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഭരണാധിപന്മാരൊന്നും മദ്യപിക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഭരണാധിപന്മാർ, ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാരും മദ്യപിക്കാൻ പാടില്ലെന്നുള്ളത് അലംഘനീയമായൊരു നിയമമാണ്. എന്തുകൊണ്ടാണ് മദ്യപാനം ഒക്കത്തിലെന്ന് പറയുന്നത്? അത് ഒരു കാര്യം, എതിർ രാജ്യമൊക്കെ വരികയാണ്. എതിർ രാജ്യമൊക്കെ വന്ന് ചിലപ്പോൾ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ AK-47 കാണും, ബുള്ളറ്റ് കാണും. പക്ഷേ ഈ ബുള്ളറ്റെല്ലാം ഇട്ടുകൊണ്ട് നിന്നാലും ഫയറെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? എന്നാലേ ഫയർ നടക്കത്തുള്ളൂ. ഈ ആൾ അടിച്ച് കോണായി പോയാൽ പിന്നെ ആര് ഫയർ പറയും? അതുകൊണ്ടാണ് ഒരു കാരണവശാലും രാജാക്കന്മാർ മദ്യപിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ലീഡറൊക്കെ വേണ്ടേ? പോലീസൊക്കെ വരുമ്പോൾ ലാത്തിയൊക്കെ ഉണ്ടെങ്കിലും പിള്ളേരൊക്കെ എറിയുക, സമരം നടക്കുക, ലാത്തി ചാർജ് എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? ആ ആൾ വെള്ളമായി പോയാൽ പിന്നെ ആര് ചാർജെന്ന് പറയും? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യാൻ പാടില്ല? മദ്യപിക്കാൻ പാടില്ല. അത് അവരുടെ ന്യായം മറിച്ച് കളയും, തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകും. മദ്യപാനം എപ്പോഴും തെറ്റായ തീരുമാനങ്ങളെ കൊണ്ടെത്തുന്നതിൻ്റെ ഉത്തമ ദൃശ്യമാണ് ഇവിടെ കാണുക. നോക്കൂ, അങ്ങനെ വീഞ്ഞ് കുടിച്ചിരിക്കുമ്പോൾ 7-ാം ദിവസം വീഞ്ഞ് കുടിച്ച് ആനന്ദമായിട്ടിരിക്കുക രാജാവ്. അപ്പോഴാണ് രാജാവിനൊരു ചിന്ത തോന്നിയത്. തൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്, അവിടെ പറയുന്നുണ്ട്, മെഹുമാൻ, ബിസ്ത, അർബോന, ബിഗ്ദ, അബക്ത, സേത്തർ, കർക്കസ്, എന്തൊക്കെ പേരാപ്പ. ഈ പേരൊക്കെ ഉള്ളവരെല്ലാം കൂടെ നിൽക്കുക. പ്രധാനപ്പെട്ട ആൾക്കാർ. ആർക്കും ഇല്ലാത്ത പേര് പിള്ളേർക്കിടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പേരൊക്കെ പഠിക്കാം. എന്തോ നല്ല പേരുകളാണ്. കർക്കസ്, ബിസ്ത, അടിപൊളി പേരുകളാണ്. ഇന്ന് ആർക്കും ഇല്ലാത്ത പേരൊക്കെ യൂട്യൂബിലൊക്കെ തപ്പി എവിടെ നിന്നൊക്കെ ഇടും. എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഏത് ഭാഷയെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. ഒരു കുഞ്ഞ് അവർക്കുണ്ടായെന്ന്. ആ ദമ്പതികൾ കുറേ നാൾ പിള്ളേരില്ലെന്നുണ്ടായതാ. അപ്പോൾ ആദ്യത്തെ മോന് ഉണ്ടായി, അവരവന് അനീഷ് എന്ന് പേരിട്ടു. രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞ് ആഗ്രഹിച്ചത്, എന്തെങ്കിലും ആൺകുഞ്ഞ് കിട്ടി, സുനീഷ് എന്ന് പേരിട്ടു. അവർക്കൊരാഗ്രഹം, ഒരു പെൺകുഞ്ഞ് വേണം. ഏതായാലും മൂന്നാമതുണ്ടായതും, തമ്പുരാനല്ലേ പിള്ളേരെ മക്കളെ തരുന്നത്, മൂന്നാമതുണ്ടായതും ആൺകുഞ്ഞ്, അവർ പേരിട്ടു, ഫിനിഷ് എന്ന് പേരിട്ടു. അനീഷ്, സുനീഷ്, ഫിനിഷ്, എങ്ങനെയാണ് പേരിടേണ്ടത്? അല്ല, പേരിടേണ്ടത് പ്രാർത്ഥിച്ച് വേണം ഇടാനെന്നാണ്. അപ്പോൾ ഇവിടെ ഈ പേരുകളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഈ മദ്യപിച്ചിരിക്കുമ്പോഴാണ് രാജാവിനൊരു ചിന്ത തോന്നുന്നത്, വസ്തി രാജ്ഞിയെ ഒന്നും കൊണ്ടുവരണം തോന്നി. എന്തിനാണെന്നും പറയുന്നുണ്ട്, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. രാജകിരീടമൊക്കെ ധരിച്ചു കൊണ്ടുവരും. സാധാരണ എവിടെയൊക്കെയോ ഞാനും വളരെ കേട്ടിട്ടുള്ള സന്ദേശങ്ങളുണ്ട്, വസ്തി ഭർത്താവിൻ്റെ ആജ്ഞയെ നിരസിച്ചെന്ന്. പക്ഷേ വസ്തി ഭർത്താവിൻ്റെ ആജ്ഞയെ നിരസിച്ചതായിട്ടല്ല എനിക്ക് തോന്നുക. അവളൊരു കാര്യം തീരുമാനിച്ച്, ധീരോജ്വലമായ ഒരു നിലപാടാണ് നമ്മളെടുത്തത്. ഒരു സ്ത്രീത്വത്തിൻ്റെ ഉത്തമ മാതൃകയാണ് വസ്തി. കാരണം എൻ്റെ സൗന്ദര്യം ഭർത്താവ് കണ്ടാൽ മതി, മറ്റാരുടെ മുമ്പിലും പ്രദർശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം. ഇന്ന് നമ്മൾ ഈ സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിക്കാൻ ഉത്സാഹിപ്പിക്കുന്നവരാണ്. പ്രദർശനം എപ്പോഴും അപകടമാണ്. എന്താണെങ്കിലും ചിലർ ഈ മസിലൊക്കെയുള്ള പിള്ളേർ മസിൽ കാണിച്ചുകൊണ്ട് നടക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർക്ക് വയറുണ്ട്. വയറുള്ള ഒരാളും ഷർട്ട് ഇഞ്ച് ചെയ്യാറില്ല. ഉണ്ടോ? വയറുള്ള ഒരാളും ഷർട്ട് ഇഞ്ച് ചെയ്യാറില്ല. കഴിവതും അവർ ലൂസ് ഷർട്ട് ഇടും. എന്തിനാ? ഈ വയറൊന്നും കാണാതിരിക്കാനാ. എന്നാൽ വയറില്ലാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ടൈറ്റ് ഷർട്ടൊക്കെ, എന്താണ്, സ്ലിം ഫിറ്റൊക്കെ ഇടും. സ്ലിം ഫിറ്റ് ഉള്ളതും മസിലുള്ളവരാണ്. മസിൽ കാണിച്ച് നടക്കുമ്പോൾ ഓർത്തോണേ മക്കളെ, ഈ മസിലൊക്കെ എത്ര നാളും കാണുമെന്നുള്ളതാണ് ഒരു വിഷയം. ചിലരെന്തോ ചെയ്യും, ഒരു കല്യാണമോ പരിപാടിയോ ഒക്കെ നടക്കുമ്പോൾ
അവരങ്ങ് ഭയങ്കരമായിട്ട് ധനം അങ്ങ് പ്രദർശിപ്പിക്കും. ചെയ്തില്ലേ? അവരുടെ ആ ധനത്തിൻ്റെ മഹത്വം കാണിക്കും. എന്തൊക്കെയായിരിക്കും ആഡംബരങ്ങളെല്ലാം കാണിക്കും. ധനവും ഒരിക്കലും കാണിക്കരുത്, ഒന്നും പ്രദർശിപ്പിക്കരുത്. അത് അടിസ്ഥാനപരമായൊരു മൂല്യമാണ്. ക്രിസ്തുവിൽ മറഞ്ഞിങ്ങനെ ജീവിക്കണം. വല്ലാതെ പിശുക്കനാകണമെന്നുള്ളതിൻ്റെ അർത്ഥം. എപ്പോഴും കർത്താവിൽ മറഞ്ഞ് വിനയപ്പെട്ട് നന്ദിയുള്ളൊരു ജീവിതം ഉണ്ടാകണം. പണം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രദർശിപ്പിച്ച അവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും മനസ്സിൽ മാറാതെ നിൽക്കുന്ന ഒരു കഥയുണ്ട്. കഥയല്ലത്, സംഭവം ഞാൻ കണ്ടതാണ്. ഒരു പ്രീ ഡിഗ്രിക്കൊക്കെ ഞങ്ങൾ പഠിക്കുമ്പം +2 അല്ല, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ തുടങ്ങുന്നൊരു കാര്യം. ആ ഒരു പ്രായത്തിൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ടൊരു വീട്ടിൽ പോയി. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സന്ധിക്ക് പോയി കണ്ട് സുവിശേഷം പറയാൻ വേണ്ടി അമ്മയും കൊണ്ട് പോവുകയാണ്. അതെൻ്റെ ജോലിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നെ ഇദ്ദേഹം വന്നു. ഇമ്മൻസിലി റിച്ചാണ്, ഭയങ്കര ബിസിനസ്സുകാരനാണ്. എന്താണെന്നറിയോ, ഭയങ്കര കാശിട്ട് അമ്മാനെ അടുക. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം കയറി വന്നു. ഒരു ഭയങ്കര കായസഞ്ചി, ആ സഞ്ചിക്കകത്ത് നിറച്ച് കാശ്, കെട്ടുകണക്കിന് കാശ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അത്രയും കാശ് ഒന്നിച്ച് കാണുന്ന അന്ന് ആദ്യമായിട്ട്. എൻ്റെ പൊന്നെ, ഈ കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ കാണാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം ചെയ്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഈ വീടിൻ്റെ ഷെയ്ഡുണ്ടല്ലോ, നമ്മുടെ ആ ഷെയ്ഡിലോട്ട് ഈ പൈസ വാരി എറിയുക. ഷെയ്ഡിലോട്ട് കെട്ടുകണക്കിന് പൈസ വാരിയിട്ടു. എന്നിട്ട് അവിടെ 2 മനോര പത്രം എടുത്തിട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ്? കള്ളം വരുമ്പോൾ അലമാരി തുറക്കാൻ പറയും. അവിടെ കീറി 2 കുറച്ച് നോട്ടിരിപ്പുണ്ട്. അവൻ സങ്കടം തോന്നി ഇച്ചിരി ഇങ്ങോട്ട് തന്നിട്ട് പൊക്കോളും. ഒരു കള്ളനും ഷെയ്ഡേ തപ്പത്തില്ല. അവിടെ ചെരുപ്പ, മനോരമ, പഴയ പാത്രം ഇതൊക്കെ കിടക്കാല്ലേ. ആരെങ്കിലും കള്ളൻ ഷെയ്ഡേ കയറി തപ്പോ? ഇല്ല. അവിടെ ആരെങ്കിലും ആഭരണം വെക്കുമോ? ഇല്ല. അതുകൊണ്ട് അവിടെ വെച്ചത്. അയ്യോ എൻ്റെ അമ്മോ, എന്തോ പൈസ. അപ്പം ഇങ്ങനെ വാരി ഇടുക. ഇട്ടിട്ട് ഈ മനുഷ്യനെ കുടിക്കണം. കയ്യിൽ കുപ്പിയുണ്ട്. പിന്നെ വന്ന വഴിക്ക് തന്നെ ബീഫ് ഫ്രൈ ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, കുടിക്കണം. പക്ഷേ ഞങ്ങളിരിക്കുന്നുണ്ട് കുടിക്കാൻ വയ്യാക്ക. അങ്ങ് അരിശം കയറി വിഡ്രോവലൊക്കെ. ഇവളൊരു കസരി എടുത്തങ്ങ് തല്ലി ഓടിച്ചു. ഭാര്യയോട് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചിട്ടാ, നീ എന്നെയാണ് അവിടെ തല്ലിയത്? നീ എന്തിനാ ഈ തല്ലി ഓടിച്ചത്? സത്യമായിട്ട് ആൻറ്റി, എനിക്ക് കുടിക്കണം, നിങ്ങളൊന്ന് പോയി തരാമോ? എനിക്ക് കുടിച്ചേ ഒക്കത്തുള്ളൂ. എന്നെ വിറയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെപ്പളം. നമ്മളിരിക്കുമ്പം കുടിക്കാനും പോയി. ഞങ്ങളിങ്ങനെ പോന്നു. പക്ഷേ പിന്നെ കേട്ടു ഇതെല്ലാം പോയെന്ന്. എല്ലാം പോയി. അപ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാനൊരു രാത്രിയിൽ ഈ എളിയവൻ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ടൗണിലെ ഒരു തട്ടുകടയുടെ മുമ്പിൽ ഇദ്ദേഹം നിൽക്കുക. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. എങ്കിലും നടന്ന സംഭവം. തട്ടുകടയുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടപ്പം പഴയ പുള്ളിയല്ലേ, ഇട്ടേച്ച് പാനൊക്കോ പഴയ പുലിയല്ലേ. ഞാൻ പതുക്കെ ചവിട്ടി, അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബാങ്ക്രപ്റ്റായി, വീട് ജപ്തി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്തായി? ഈ മനുഷ്യൻ എന്നോട് പറയാം, മോനെ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ മാൻ? I know how to handle the situation. I just need a phone. That's only I need. I know how to do the business. ഇത്ര ടൺ സാധനം കയറ്റി വിട്ടേക്കണ്ട. അത് ഇത്ര കോടി രൂപയുടെ സാധന. That commission itself comes around 20 to 30 lakhs of rupees. And that money will be credited into my account within 2-3 weeks. And things will be sold. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇത്ര കോടി രൂപ കയറ്റി വിട്ടു, ഇത്ര കോടി രൂപ കമ്മീഷൻ കിട്ടും. ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നോട് പെതുക്കെ പറഞ്ഞു, ഒരു 50 രൂപ തരാം 2 ദോശ കഴിക്കണം. എനിക്ക് സത്യത്തിൽ അങ്ങ് കരയണം തോന്നി. പൈസ വാരി എറിയുന്ന കണ്ട് 50 രൂപ 2 ദോശ. എന്നാൽ പിന്നെ ഈ കണക്ക് പറയാതിരിക്കണ്ടേ, ഈ കോടിയുടെ കണക്ക്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ഒന്നും പ്രദർശിപ്പിക്കാതെ ജീവിക്കുന്ന ഏറ്റവും നല്ലത്, അല്ലേ? എത്രയും പിന്നെ ആരോഗ്യവും പ്രദർശിപ്പിക്കേണ്ട, സൗന്ദര്യവും പ്രദർശിപ്പിക്കേണ്ട, മഹിമയും പ്രദർശിപ്പിക്കേണ്ട, പണവും പ്രദർശിപ്പിക്കേണ്ട, കർത്താവിൽ മറഞ്ഞുള്ള ഒരു ജീവിതം ഉണ്ടോ? അതല്ലേ ഏറ്റവും വലിയത്. നഗരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗന്ദര്യമൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബൈബിൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രതിസംസ്കാരമുണ്ട്. ബൈബിൾ ഓൾവേസ് ഗീവ്സ് അസ് എ കൗണ്ടർ കൾച്ചർ, ഒരു പ്രതിസംസ്കാരമാണ്. ഈ പ്രതിസംസ്കാരത്തിൽ വസ്തി പറയുകയാണ്, ഞാൻ എൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള ഉജ്ജ്വലമായൊരു നിലപാട്. പക്ഷേ അവിടം കൊണ്ട് ആ പിന്നത്തേതിൽ പറയുകയാണ്, കുറേ പേര് വന്ന് ശരിയല്ലാത്ത കുറച്ച് ഉപദേശം കൊടുത്തു. ഇത് ദൈവമാണ് ചരിത്രത്തിൽ ഇടപെടുന്നത്, അതുകൊണ്ട് ദൈവത്തിന് ചരിത്രം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. എങ്കിലും കുറച്ച് പേര് വന്ന് പറഞ്ഞു, അങ്ങനെയല്ല, അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന്. അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ അംഗീകരിക്കാത്ത ഒരു കാലം വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വസ്തിയെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വസ്തിയെ പുറത്താക്കിയാണ്. വസ്തിയെ പുറത്താക്കിയിട്ട് അവിടേക്ക് മറ്റൊരു രാജ്ഞി എടുക്കുന്ന ചരിത്രം ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഈ എസ്തേറിൻ്റെ ചരിത്രം കാണുക. അങ്ങനെ പോകുമ്പോൾ ഇത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോകാത്ത ഒരു ജനം അവിടെ അവശേഷിക്കുന്ന അവർക്കുണ്ടായ ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുക. 2-ാമത് അധ്യായത്തിലേക്ക് വന്നാട്ട്, 2-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിൻ്റെ മകനായ ശിമിയുടെ മകനായ യായീരിൻ്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. അവിടെ അവൻ്റെ പേര് പറയുന്നുണ്ട്. അതും കർത്താവിന് വളരെ ബൈബിളിന് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ബൈബിൾ എന്നും വംശാവലി
പറയാറുണ്ട്. ക്രിസ്തുവിൻ്റെ വംശാവലി നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വംശാവലി പറയുന്നത്? അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ തിരുസന്ധിയിൽ നാം എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പേര് വംശാവലി ചെറിയൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് വംശാവലിക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. ആ കുടുംബം നിലനിൽക്കേണ്ടത് ദൈവികമായ ഒരു വ്യവസ്ഥിതിയാണ്. കുടുംബം നിലനിൽക്കപ്പെടണം. പക്ഷേ ഇന്ന് ഗൗരവമായ ഒരു അപജയം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വളരെ വളരെ വേദനയോടെയും ഭയത്തോടെയും കാണേണ്ട ഒന്നാണ്. എളിവനായി ദാസൻ പോകുന്നിടത്തെല്ലാം അത് പറയാറുണ്ട്, ഒരു നിയോഗം പോലെ. അതിൻ്റെ പേര് ഞാൻ വിമർശനങ്ങൾ ഏറ്റിട്ടുണ്ട്. എങ്കിലും പറയട്ടെ, ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് മക്കൾക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ളതാണ്. പ്രായമേറെ നിന്നിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുക. 30 വയസ്സ് 40 വയസ്സൊക്കെ ആയിട്ടും കെട്ടാതെ നിൽക്കുക. എൻ്റെ അമ്മ, ഈ പിള്ളേരിനെ എപ്പോഴാണ് കെട്ടുക? ഇവർക്കൊരു ഭയമാണ് കല്യാണം കഴിക്കാൻ. അങ്ങനെയുള്ളൊരു പെൺകുട്ടി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അവസാനം അവർ പറഞ്ഞു കല്യാണം കഴിക്കാം, പക്ഷേ 30+ ആണ്, ഇഷ്ടംപോലെ ഡിഗ്രിയൊക്കെ ഉണ്ട്, കെട്ടണ്ടേ. പക്ഷേ അവിടെ കണ്ടീഷൻ, വിത്ത് എ കണ്ടീഷൻ ഷീ അഗ്രി ടു ദ മാരേജ്. എന്താണെന്നറിയാം കണ്ടീഷൻ? മക്കൾ വേണ്ട എന്നുള്ള ഒരാളെ കിട്ടണം, അല്ലെങ്കിൽ ഒരാൾ കുഞ്ഞുണ്ടെന്ന് പറയുന്ന ഒരാളെ വേണം. എവിടെ നിന്ന് തപ്പിക്കൊടുക്കും? അപ്പം ഞാൻ ഏതായാലും ഒരു കുസൃതിച്ചെന്ന് ചോദിച്ചു, കുഞ്ഞ് എത്രാമത്തെയാണ്? അവൾ പറഞ്ഞ് ഞാൻ 3-മത്തെയാണ്. എൻ്റെ അമ്മ, നിന്നോട് നിൻ്റെ അമ്മ 1 മതിയെന്ന് പറഞ്ഞപ്പോൾ, 1 ഉണ്ടായപ്പോൾ ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു ഇവൾ കാണുമായിരുന്നു? ഇല്ല. കുടുംബം പേര് നിലനിർത്താൻ അവർ സ്വീകരിച്ചു, മക്കളെ സ്വീകരിച്ചു, ഇല്ലേ? എങ്കിലും ഒരു 20 വർഷം കഴിഞ്ഞ് കർത്താവ് വരാൻ താമസിച്ചാൽ, എളിയവൻ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമെന്ന് അറിയത്തില്ല. എങ്കിലും അന്ന് ചോദിക്കേണ്ടാത്തൊരു ചോദ്യം ഇന്ന് ചോദിക്കുക. ഈ മക്കളൊക്കെ കാണാൻ വേണ്ടിയാ. 2-മത്തെ മക്കളൊന്ന് കൈവെക്കാമോ? വീട്ടിൽ 2-മത്തെ മക്കൾ, നല്ല കാര്യമല്ലേ? 2-മത്തെ മക്കൾ. 3-മത്തെ മക്കളൊന്ന് കൈവെക്കാം. 3, ദൈവം അനുഗ്രഹിക്കട്ടെ. 4-മത്തെ മക്കൾ 4, 5-മത്തെ മക്കൾ 5. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ ഇവരാരും കാണുമോ? അറിയില്ല. ഉണ്ടാകട്ടെ. 5. 6-മത്തെ മക്കളുണ്ടോ? 1, 2. വളരെ കൈകൾ കുറേ ഉണ്ട്, അച്ഛനുണ്ട്. ഒരു 50 വയസ്സ് മേളുള്ളവരാണ്, അല്ലേ? 6-മത്തെ. 7-മത്തെ മക്കളുണ്ടോ? ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 7. 8-മത്തെ മക്കളുണ്ടോ? ഉണ്ട്. കരങ്ങൾ ഉയർത്തുന്നു. പുറകിലൊരച്ഛൻ ചിരിച്ചുകൊണ്ട് കൈവക്കി നല്ലൊരു കയ്യടി കൊടുത്തരും. 8-മത്തെ മക്കൾ. 9-മത്തെ മക്കളുണ്ടോ? 9. ഉണ്ട്. എൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടോ. 9. 10. 10ഉണ്ട്. എൻ്റെ കർത്താവേ സ്തോത്രം. 10-മത്തെ ആൾ കുഞ്ഞ് അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. 11 ഉണ്ടോ? 11, 12, 13. ഞാൻ എൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന 14 മക്കളുള്ള ഒരു അപ്പനും അമ്മയെ കാണാൻ പോയി അപ്പച്ചനെ അമ്മച്ചിയെ കണ്ടു. അപ്പോൾ ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അവിടെ കല്യാണം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ആൻറ്റിക്ക്, അന്ന് അമ്മച്ചിയല്ല ആൻറ്റിക്ക് യൂട്രസ് ക്യാൻസറാണ്, അതുകൊണ്ട് ഒരു കുഞ്ഞു പോലും ഉണ്ടാകത്തില്ല, യൂട്രസ് എടുത്ത് കളയണം. പക്ഷേ അവർ മുട്ടുകുത്തി 2 പേരും കൂടെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, മക്കളെ തന്നാൽ നോൺ സ്റ്റോപ്പ് സ്വീകരിച്ചോളാം, ക്യാൻസർ സൗഖ്യമാക്കിയാൽ മതി. കർത്താവ് സൗഖ്യമാക്കി, കണ്ടീഷൻ മാനിച്ചു, കൊടുത്തു മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഈ അപ്പച്ചൻ എന്നോട് പറയാം, പാസ്റ്റർജി സ്റ്റിൽ ഐ ആം ഓക്കെ, അമ്മച്ചി ഈസ് നോട്ട് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. അപ്പോൾ ഇഷ്ടം പോലെ മക്കൾ, എത്ര 14 മക്കൾ. പക്ഷേ ഈ 14 മക്കളും ഓരോ രാജ്യത്ത് മിഷണറി വേല ചെയ്യുന്നവരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്, അവരെല്ലാം സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? അതിനൊരു കാര്യമുണ്ട്. 1-മത്തെ കാര്യം, പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വംശാവലിക്ക് പ്രാധാന്യം. ജനിച്ച ഒരു കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ച ഒരു കുഞ്ഞങ്ങ് മരിച്ചുപോയി, കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. ഒരു കുഞ്ഞിന് ജനിച്ചു ഇച്ചിരി ബുദ്ധി വൈകല്യമുള്ളൊരു ബുദ്ധിയുള്ളൊരു കുഞ്ഞുണ്ട്. അമ്മയുടെ അടുക്ക ചെന്നപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അമ്മ എന്നോട് പറയാം, എൻ്റെ പാസ്റ്ററെ, എനിക്ക് ഇവനെ ഓർത്തൊരു സങ്കടമില്ല, അവൻ ഇപ്പം മരിച്ചാലും സ്വർഗത്തില്ല, ഉറപ്പാണ് അവന്. പക്ഷേ ഇവനെ ഓർത്ത് എനിക്ക് പേടിയാണ്, ഇവൻ മേളിൽ കാണുമെന്ന് പേടിയാണ്, ഇവനെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇവൻ ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എൻ്റെ പൊന്നെ, ഒരു കാര്യം ഓർത്തോണേ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. സ്വർഗത്തിന് അവകാശികളെ കൊടുക്കുകയാണ്. നിത്യതയ്ക്ക് ഒരു ബയോളജിക്കൽ എഫക്റ്റ് മാത്രമല്ല കുഞ്ഞുങ്ങൾ, അത് ക്രൈസ്തവ ദർശനത്തിൽ, വചന വെളിച്ചത്തിൽ സ്വർഗത്തിന് അവകാശികളെ കൊടുക്കുകയാണ്. നിത്യതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് മക്കളെന്ന് പറയുന്നത്. ആ ദർശനത്തിൽ ക്രൈസ്തവ സമൂഹം അതിനെ കാണണം. അതുകൊണ്ടാണ് ഇവിടെ വംശാവലിക്ക് പ്രാധാന്യം. വംശാവലി ചെറിയൊരു കാര്യമല്ല. അവിടെ മൊർദെഖായിയുടെ വംശാവലി പറയുന്നു. എന്നിട്ട് പറയുകയാണ്, അവനെ പ്രവാസികളായ കൂട്ടത്തിൽ യെരൂശലേമിൽ കൊണ്ടുപോയിരുന്ന ഒരാൾ, അവൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായ്ക കൊണ്ട് അവളെ വളർത്തിയിരുന്നു, അല്ലേ? അവളെ ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് എന്തായിട്ടെടുത്തു? മകളായിട്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യം അഡോപ്ഷൻ തുടങ്ങിയത് ആരാണ്?
മൊർദെഖായിയാണ്. അപ്പനും അമ്മയും മരിച്ച കുഞ്ഞിനെ, അനാഥ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കണം മൊർദെഖായിയുടെ ചരിത്രം ഇവിടെ വന്നത്? കാര്യമുണ്ട്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ അവനെ വിടുവിക്കും. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കിയ 6 ചോദ്യം ഇട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മത്തായി 25 തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ചോദിക്കുമെന്ന്. എന്താ? ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഇങ്ങനെ ആദിയായ ചോദ്യങ്ങൾ ചോദിച്ചു. എപ്പോഴാണ് കർത്താവേയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ചെറിയവർക്ക് ചെയ്യാഞ്ഞത് എനിക്കാണ് ചെയ്തത്, ഈ ചെറിയവർക്ക് ചെയ്തത് എനിക്കാണ് ചെയ്തതും. അപ്പോൾ എന്താണ് ദൈവം? ആരുടെ ദൈവം? എളിയവരുടെ ദൈവമാണ്. അനാഥയായ ഒരു കുട്ടി, അവൾ അനാഥപ്പെട്ടു പോയാൽ അവളുടെ ജീവിതത്തിൽ ഇനി ആരാ ഉള്ളത്? അനാഥത്വം ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയും, എന്നും അപ്പനും അമ്മയും ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഏത് പ്രായത്തിലും അവർ പോയ ഒരു പവർ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരിക, 19, 65, 60, 60+ എങ്കിലും കാണും ആ പിതാവ്. എന്നെ കണ്ടപ്പം എന്തോ അദ്ദേഹം പറയുക, പാസ്റ്ററെ ഒന്ന് കാണണം. എന്തിനാപ്പാ? ഒന്ന് കരയാനാ. കെട്ടിപ്പിടിച്ച മനുഷ്യൻ കരഞ്ഞു. എനിക്കങ്ങ് സങ്കടമായിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് ആരിയില്ല. അപ്പോൾ ഞാനോർത്ത് ഇദ്ദേഹത്തിന് ആരിയില്ലേ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അമ്മ നേരത്തെ മരിച്ചു, ഈ അടുത്തിടയ്ക്ക് അപ്പനും മരിച്ചു, എനിക്ക് ആരിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് വൈകിട്ടൊരു വാക്ക് കിട്ടി, അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? ഓർഫന. മറ്റേ എന്തോ സങ്കടം ഉണ്ടെങ്കിലും അവിടെ ഒന്ന് ചെന്ന് പറയാനും എന്തോ ഉണ്ടെന്ന് ചോദിക്കാനും ഒക്കെ ഒരാളുണ്ടത് ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഏത് പ്രായത്തിലും മനുഷ്യനാരാ? ഒരു അഡൽട്ട് ഓർഫനാകാം. അതുകൊണ്ട് തന്നെ മക്കളോടൊക്കെ പറയട്ടെ, പേരൻസ് ജീവിച്ചിരിക്കാൻ പ്രാർത്ഥിക്കണേ. ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരറിയാവുന്ന എത്ര മക്കളുണ്ട്? കൃത്യമായ ഡോസ്. അപ്പൻ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരുകൾ അറിയാവുന്ന എത്ര പേരുണ്ട്? ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ കുറവായിരിക്കും. ഒത്തിരി മക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ നേഴ്സാണ്, പക്ഷേ അമ്മ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരറിയത്തില്ല. അവർ നേഴ്സൊക്കെയാണ്, പക്ഷേ അമ്മ ഉപയോഗിക്കുന്നതിൻ്റെ മരുന്നിൻ്റെ പേരറിയത്തില്ല. മറ്റു പലർക്കും എടുത്തു കൊടുക്കും ജോലിയുടെ ഭാഗമായിട്ട്. ഓർത്തോണേ, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുക കാര്യമല്ല. ആ കുട്ടി അഡോപ്റ്റായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു ആ പെൺകുട്ടി. പക്ഷേ അവിടെ അപ്പന് മരിച്ചുപോയി. അമ്മ ഒരു ദിവസം അവളെയും കൊണ്ട് നെഞ്ചിനകത്ത് വേദന ഉണ്ടായി പോകുന്ന വഴിക്ക് അമ്മയും മരിച്ചുപോയി. അന്ന് ആ കുട്ടി 4ാം ക്ലാസ്സിൽ. ഇന്ന് ആ കുട്ടി വളർന്ന് വലിയൊരു കുട്ടിയായി, നേഴ്സിംഗ് 9 വർഷമായി. ആ കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ സങ്കടം, ഒത്തിരി ബന്ധുക്കളൊക്കെ അന്ന് അടക്കത്തിനുണ്ടായിരുന്നു. ഒരേ ഒരു അമ്മാച്ചനെ ഒഴിച്ച് നാളിതുവരെ ഒരു വ്യക്തി എന്തോ ഉണ്ടെന്ന് ചോദിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓർത്തോണം, അപ്പനും അമ്മയും ഉണ്ടെങ്കിലേ തിരക്കത്തുള്ളൂ, അല്ലേ? ഈ കുട്ടി ആരായി? അനാഥയായി. പല മക്കളുമൊക്കെ ചിലപ്പോൾ ഈ വീട്ടിൽ വരാൻ താമസിക്കും, കോളേജിൽ നിന്നൊക്കെ വരാൻ താമസിക്കുമ്പോൾ ഇവർ വിളിച്ചാൽ ഇതുങ്ങൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ കൂട്ടുകാരെ വിളിക്കും. പിന്നൊരു നാടകമാണ്, കുച്ചിപ്പുടി, സാമൂഹ്യ നൃത്യം, എല്ലാം ഭരതനാട്യം എല്ലാം നടക്കും. എന്തിനാ? എൻ്റെ കൂട്ടുകാരെ വിളിച്ച് നാണം കെടുത്തിയില്ലേ? എൻ്റെ കൂട്ടുകാരെ വിളിച്ച് നാണം കെടുത്തിയില്ലേ? ഞാൻ ഈ മക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മ മരിച്ചു പോയാൽ പിന്നെ ആര് വിളിക്കും? 4 മണിക്കല്ല, വൈകുന്നേരമായാൽ കണ്ടില്ലെന്ന് ആരാ തിരക്കുക? അപ്പം തന്നെ പല മക്കൾക്കും കഴിക്കണ്ട. ഇപ്പം വേണ്ടെന്നല്ലേ പറഞ്ഞത് പറയുന്ന മക്കളൊക്കെ സ്ഥാപനത്തിലാകട്ടെ കൃത്യം സമയത്ത് പോയി കഴിക്കും. എന്താ കാര്യം? അത് വലിയൊരു കാര്യമാണ്. എൻ്റെ പൊന്നോമന സഹോദരങ്ങളെ, ഇവിടെ ഒരു കുട്ടി, അനാഥപ്പെട്ടു പോയൊരു കുട്ടി. ഓർത്തോണേ, അനാഥരെ വിധവുമാരുടെയും കാന്തനും പരിപാലകനുമായ ദൈവം മൊർദെഖായിയെ മാനിക്കാൻ കാര്യം, മൊർദെഖായി ചെറിയവരെ മാനിച്ചത് കൊണ്ട്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ അവനെ കരമുയർത്തി സ്തുതിച്ച് എളിയവനെ അതുകൊണ്ടല്ലേ മൊർദെഖായിയുടെ ചരിത്രം. വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഒരു അനുഭവം പറഞ്ഞ് മുമ്പോട്ട് പോകാം. വളരെ ചെറുപ്പം, ഞങ്ങളൊരു ചെറിയ വീട്. അപ്പോഴേക്കൊരു കൊച്ചു ബിസിനസ്സുണ്ട്. അന്ന് അപ്പോൾ പറഞ്ഞു, ശനിയാഴ്ച ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഭയങ്കര ഒരുക്കം, വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഞാൻ പറയും, നസ്രാണിയുടെ ഊണാണ്. 4 കോഴ്സുണ്ട്. ഫസ്റ്റ് കോഴ്സ് കട്ട്ലറ്റും സലാഡ്, 2 ബ്രെഡും സ്റ്റൂവും ഉണ്ട്, 3 ചോറ് കറി എല്ലാം ഉണ്ട്. 4ാമതാണ് പഴവും പഞ്ചസാരയൊക്കെ ഉണ്ട്. നസ്രാണിക്ക് 4 കോഴ്സാണ്. ഇതെല്ലാം കൂട്ടിയുള്ള വിരുന്നിൻ്റെ വട്ടക്കൂട്ട. ആരോ വരുന്നുണ്ടെന്നറിയാം. എല്ലാം വൃത്തിയാക്കുന്നു, ഭയങ്കര ബഹള. പക്ഷേ ഉച്ചയായപ്പം ഗസ്റ്റ് വന്നു. ആരാന്നറിയാമോ? എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരു അച്ചാനെയും കൊണ്ട് വന്നേക്കുക. ഇലയൊക്കെ ഇട്ട് ഭയങ്കര ഊണ്. പോയപ്പം അപ്പ എന്നോട് പറഞ്ഞൊരു കാര്യം, എന്നെയും പെങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു ഊണ് മേടിച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ വിടുവിക്കും. ഇവിടെ മൊർദെഖായി ആ കുട്ടിയെ എടുത്ത് വളർത്തുക, മകളായിട്ട് എടുത്തു. ഇനി 2ാമത് മൊർദെഖായിയുടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. 100 കണക്കിന് കുട്ടികൾ, 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, എത്രയോ പെൺകുട്ടികളുടെ സങ്കടങ്ങൾ എളിയവൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. പല പെൺകുട്ടികളും അബ്യൂസ് ആയത്
ബന്ധു വീട്ടിൽ വെച്ചോ കസിൻസിനാലാണ്. പല കുട്ടികൾക്കും മുറിവേറ്റത് സ്വന്തമെന്ന് കരുതിയ കസിൻസിനാലാണ്. പക്ഷേ ഇവിടെ മൊർദെഖായി ചിറ്റപ്പൻ്റെ മകൾ ഫസ്കസിന സ്വന്തം കസിനെ അനാഥെ അവളെ ഉപദ്രവിച്ചാൽ, അവളെ മിസ്യൂസ് ചെയ്താൽ, അബ്യൂസ് ചെയ്താൽ ആര് ചോദിക്കും? ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പെൺകുട്ടി. പക്ഷേ ഒരു കാര്യം അവൻ തീരുമാനിച്ചു, മൂത്തവരെ അമ്മമാരെ പോലെയും ഇളയവരെ പൂർണ്ണ നിർമ്മലതയിൽ സഹോദരിമാരെയും കാണണമെന്നുള്ള ബൈബിൾ മൂല്യം കാത്ത ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് എന്ത്? മൊർദെഖായി. ചെറിയ തീരുമാനങ്ങളാണ് ചിലരെ ആഘോഷത്തോളം വലുപ്പമുള്ളവരാക്കി മാറ്റുന്നത്. ഇവിടെ ആ മൊർദെഖായി വിശുദ്ധിയോടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ എസ്തേറിനെ വളർത്തുന്നു. അതിനിടയ്ക്കൊരു കൽപ്പന വരുന്നു. എന്താണ്? ഈ രാജാവ് തൻ്റെ പട്ടമകക്ഷിയെ അന്വേഷിക്കുകയാണ്, രാജ്ഞിയെ അന്വേഷിക്കുകയാണ്. കൊടുത്തു, അപേക്ഷ എടുത്തു, എസ്തേറിനെ അവിടെ കൊണ്ടുപോയി. 1 വർഷമാണ് അവൾക്കുള്ളത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം എന്താണ്? ഓരോ യുവതിക്ക് 12 മാസം നിയമപ്രകാരം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും, സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളെയും കൊണ്ട് അവിടെ ശുദ്ധീകരണ കാലം തികയുമ്പോഴാണ് രാജാവിൻ്റെ അടുത്തേക്ക് പോകുക. അപ്പോൾ ഒരു 6 മാസം എന്തോരാണ്, 1 വർഷത്തെ ഒരുക്ക. നമ്മുടെ ഒരു കല്യാണത്തിന് പെൺകുട്ടിയെ 3 മണിക്കോ 4 മണിക്കോ എഴുന്നേൽപ്പിച്ച് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നു. പാവം, എന്ത് കഷ്ടമാണ്. തിരിച്ചു വരുന്നു, പിന്നെ ഫോട്ടോ, പിന്നെ കല്യാണം, തിരിച്ചു വന്ന് വീണ്ടും ഫോട്ടോ. എൻ്റെ അമ്മോ, ഇതിൻ്റെ ഇടപാട് തെറ്റും, എന്ത് കഷ്ടമാണ്. ഇത് 1 ദിവസമാണോ? അല്ല, 1 വർഷത്തെ ഒരുക്കുക. എന്തിനാ? രാജാവിൻ്റെ സന്നിധിയിലൊന്ന് പോയി നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓർത്തോനെ, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനുമായ കർത്താവ് തന്നെ എതിരേൽപ്പാൻ വരുമ്പോൾ എന്തുമാത്രം ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. തൻ്റെ കാന്ത ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? കറ, ചുളുക്കം, മാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രവുമായി വചനത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, വചനത്താൽ ഹല്ലേലൂയ കഴുകപ്പെടുന്ന ഒരു ദൈവസഭയാണ് കർത്താവ് ചേർക്കാൻ വരിക. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാം പാടുക, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവതിന് താമസം ഏറെയില്ല. ഒരുങ്ങണം പ്രിയരെ, ഒരുങ്ങണം. ഒരു രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഇങ്ങനെ ഒരു ഒരുക്കം വേണമെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ എന്തുമാത്രം ഒരുക്കം ഉണ്ട്. ആ പ്രാർത്ഥനയാണ് ആ പാട്ട്. നല്ലദാസൻ എന്ന് തൊല്ലുന്നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുമ്പിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. കരങ്ങൾ ഉയർത്തി ഒന്ന് പാടാമോ? നല്ലദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി, നല്ലദാസൻ തൻ്റെ മുൻപാകെ ലജ്ജിതനായി നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രേമ കണ്ണീർ ഭാഗ്യമേറും വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. ആമേൻ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ലദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ലദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ
സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഈ പെൺകുട്ടി ഇത്രമാത്രം ഒരുക്കമാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എന്തുമാത്രം നാം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ നാം ഒരുങ്ങണം. അതിനുവേണ്ടിയുള്ള ഒരുക്ക യോഗങ്ങളാണ് ഈ നടക്കുക. എന്താണ് വിളിച്ച് പറയുക? കർത്താവ് വരാറായി, ഒരുങ്ങണം. അങ്ങനെ വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ഈ പെൺകുട്ടി ഒരുങ്ങുക. മറ്റൊരു പ്രത്യേകത എന്തുകൊണ്ടായിരിക്കണം ഇവരെ വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത്? ഞാൻ കണ്ട ചില പ്രത്യേകത പറയാം. അവിടെ കാണുന്നു, 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് ഏത് പെൺകുട്ടിയാണോ പോകുന്നത് അവൾ ചോദിക്കുന്ന സകലതും അവൾക്ക് എന്ത് ചെയ്യും? കൊടുക്കും. അതാണ് ഇഷ്ടം പോലെ കൊടുക്കും. അവൾക്ക് എന്തും ചോദിക്കുക. എന്നാലും എസ്തേർ ഒരു പെൺകുട്ടിയല്ലേ? അവളൊരു പെൺകുട്ടിയല്ലേ? പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരുങ്ങാനൊരു ഇഷ്ടമില്ലേ? അത് സ്വാഭാവികമായൊരു കാര്യമല്ലേ? നമുക്കറിയാം, നമ്മുടെ ആൺപിള്ളേരൊക്കെ കൊച്ചിലെ വല്ല കള്ളനും പോലീസും കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ കൈ കിട്ടുന്ന വണ്ടി കൊണ്ട് അവൻ വണ്ടിയൊക്കെ ഡ്രന്നൊക്കെ പറഞ്ഞ് വണ്ടി കൊണ്ട് പോകുമ്പോൾ പെൺകുട്ടി എവിടെ എടുക്കും? അമ്മയുടെ ഷാളെടുത്ത് സാരി ചുറ്റി പെട്ടൊക്കെ എഴുതി അവിടെ ഒരു പാവയൊക്കെ എടുത്ത് ഒരുങ്ങിയൊക്കെ ഇങ്ങനെ അമ്മയും കുഞ്ഞും കളിക്കുന്നത് കാണാം. എന്താ കാര്യം? പെൺകുട്ടി അങ്ങനെയാണ്, അവൾ ഒരുങ്ങണം. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത കണ്ടു. അവൾ അങ്ങനെ പോകാനുള്ള അവിടെ ചാൻസ് വന്നപ്പോൾ പറയുന്നു, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, രാജാവ് എസ്തേർ അവിടെ അന്തഃപുര പാലകനായ ഹേഗായി, 15-ാം വാക്യം, ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് എന്നും ചോദിക്കാം. പക്ഷേ ഇവളൊന്നും എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കണം എസ്തേറിനെ ദൈവം തിരഞ്ഞെടുക്കുക. അവിടെ ചരിത്രം എന്തും ചോദിക്കാം. ചോദിച്ചോ? ഇല്ല, ഒന്നും ചോദിച്ച മിതത്വമുള്ളൊരു കുട്ടിയാണ്. ഇന്ന് നമുക്കറിയാം, ഒരു കൺസ്യൂമറിസ്റ്റിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുക. എല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണതയിലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മ കാണും, കടയിൽ പോകുമ്പോൾ ലിസ്റ്റുമായിട്ടാണ് പോവുക. 2 കിലോ അല്ലെങ്കിൽ ഇത്ര പിണ്ണാക്ക്, പഞ്ചസാര, കാപ്പിപ്പൊടി, വേണ്ടതനുസരിച്ച് പരിപ്പ്, അമ്മ തരുന്ന ലിസ്റ്റിൽ പോയി സാധനം മേടിക്കുക, അതുമായിട്ട് വരിക. പക്ഷേ ഇന്ന് ആ ഒരു കാലം മാറി. ചെല്ലുന്നു മാളിലോട്ട്, എടുക്കുന്നു വണ്ടി, ഉന്തിക്കൊണ്ട് കയറുക. പിന്നെ കിട്ടുന്ന എല്ലാം ഇവിടെ ഇടും, അതിനകത്ത് വാരിയിടും. ചിലപ്പോൾ ഒരു കുഞ്ഞ് അതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും, അതിങ്ങനെ 2 കൈ കൊണ്ടും വാരിയിടും. പിന്നെ അതിനെ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുക്കും. പലതും നമുക്ക് എന്തുള്ളതല്ല, ആവശ്യമുള്ളതല്ല. സത്യമല്ലേ? വാങ്ങിക്കൂട്ടുക. പക്ഷേ ഈ കുട്ടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ആകായി നിർബന്ധിച്ചതല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, എടുത്തില്ല. എന്തൊരു ആഠ്യത്വമാണ്, എന്തൊരു കുലീനത്വമാണ്, എന്തൊരു മനസ്സാണ്, എന്തൊരു മിതത്വമുള്ളൊരു പെൺകുട്ടിയുടെ ചരിത്രമാണ് എസ്തേറിൻ്റെ ചരിത്രം. കണ്ടോ? അപ്പം ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. ആ അനുഭവം ഇത്രയേ ഉള്ളൂ. പൗർവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ എനിക്കൊരു ടാസ്ക് വന്നു. എൻ്റെ മേലൊരു ഉദ്ഘാടനം ഏൽപ്പിച്ചു. ക്രിസ്തു ഗാന്ധിജിയെ എങ്ങനെ ക്രിസ്തു സ്വാധീനിച്ചു എന്നുള്ളൊരു പ്രഭാഷണം നടത്തണം. അതിനുവേണ്ടി എളിവനായ ദാസൻ കുറേ വായിച്ചു, കുറേ പഠിച്ചു, കുറേ പേരോട് സംസാരിച്ചു. ഗാന്ധിയൻ ദർശനം എനിക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊരു പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങുക. അതിനിടയ്ക്ക് തൻ്റെ ഒരു ചിന്ത എന്നെ ഒന്ന് സ്വാധീനിച്ചു. ഏത് കാര്യം എടുത്താലും ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഏത് കാര്യം എടുത്താലും ഒന്ന് ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഒന്നുകൂടെ പറഞ്ഞേ. ഞാനും ഭാര്യയും കൂടെ എറണാകുളത്ത് എന്നിട്ട് ലുലു പോയിട്ട് കയറിപ്പോയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, ഗാന്ധിജിയുടെ ഒരു ഫിലോസഫി എന്താണാവോ? ഏത് സാധനം മേടിക്കുമ്പോഴും 2 വട്ടം ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? 1.5 മണിക്കൂർ അതുവഴി നടന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തും മേടിച്ചു, ആവശ്യമുള്ള മേടിച്ചു, ഞാൻ GP ഇട്ട് തരാം. പക്ഷേ ഒരു കാര്യം, ചെടുക്കുമ്പം ചോദിക്കുക, ക്യാൻ ഐ മാനേജ്. 1.5 മണിക്കൂർ അതിനകത്ത് നടന്നിട്ട് ഒന്നും മേടിച്ചില്ല. തിരിച്ചിറങ്ങി വന്നു എറണാകുളം വരെ വന്നപ്പോൾ ഇങ്ങേണ്ട ഫിലോസഫി. സങ്കടം കൊണ്ട് അവൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, മറുചോദ്യം, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ? ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഐ കാൻറ്റ് ഈവൻ ഇമാജിൻ ദാറ്റ്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ലേ? എന്നാലും പ്രിയരെ, മിതത്വമുള്ളൊരു പെൺകുട്ടിയുടെ പേരാണ് എന്ത്? എസ്തർ. അതുകൊണ്ടാണ് അവരെ ക്രിസ്തുവിൻ്റെ വേദപുസ്തകത്തിൻ്റെ ചരിത്രമാക്കിയത്. എനിക്കിത് മതിയെന്ന് വെച്ച കുറേ മനുഷ്യർ എന്നുമുണ്ട്. അതിലൊരാളാണ്, നമ്മളങ്ങനെ വലിയൊരു ആത്മീയ വീക്ഷണത്തെ കാണുന്നില്ലെങ്കിലും, യാക്കോബ് കുറേ സമ്മാനമൊക്കെ കൊടുത്തു വിടുമ്പോൾ
ആ മനുഷ്യനൊരു പരുക്കം മനുഷ്യനായിട്ട് തോന്നും. നായാട്ടുകാരനല്ലേ, പാറിപ്പറന്ന മുടിയുണ്ട്, അരയിൽ ആയുധങ്ങളുണ്ട്, പുറകിൽ അമ്പും വില്ലും കാണും. പക്ഷേ ആ മനുഷ്യൻ യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെല്ലാം മതി, എനിക്കെല്ലാം ഉണ്ട്. അത് ഏറ്റവും വലിയ ലക്ഷണമാണ്. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറയുന്ന ഒരു ആത്മീയതയാണ്. എനിക്കുണ്ട് കർത്താവേ, തന്നതിന് നന്ദി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. അങ്ങനെ പറയാൻ കഴിയുന്നവർക്ക് സ്തോത്രം ചെയ്തേ. എന്തുമാത്രം നമ്മൾ ചിലപ്പോൾ എന്തില്ല എന്നാണ് ചിന്തിക്കുക, അല്ലേ? ആ പെൺകുട്ടിയും ചെറുക്കനും കൂടെ പിണങ്ങിയിട്ട് ഈ പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോയി. ആ പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോയി, ഞാൻ പറയുന്ന പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അവൾ വയറാണ്, ഗർഭിണിയാണ്, ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. ഈ പെൺകുട്ടി ചെന്ന് കയറിയത് ഒരു ആശ്രമ സംവിധാനത്തിലാണ്. ഒരു ഹൈന്ദവ സഹോദരൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ആശ്രമ സംവിധാനത്തിൽ ഈ പെൺകുട്ടി ചെന്ന് കയറി. അദ്ദേഹത്തിൻ്റെ ആ ആശ്രമാധിപൻ വളരെ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്നെ പേഴ്സണലി അറിയാം. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഈ പെൺകുട്ടിയോട് എന്തോ സംസാരിച്ച് അവൾ പറഞ്ഞ്, പ്രിൻസ് മാസ്റ്റർ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അവൻ ഇവിടം വരെ വന്നേ, അദ്ദേഹം ബ്രഹ്മചാരിയാണ്, ഞാനിവിടെ ബ്രഹ്മചാരിയായിട്ട് താമസിക്കുന്ന ആളാണ്. ഈ പെൺകുട്ടി നിറവേറുമായിട്ട് വന്നേക്കാം, ഇവിടെ കാണും പ്രസവിച്ച് പോയെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവും, ഞാൻ എന്തോ ചെയ്യണം, ഇതിനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ്, പെണ്ണേ മോശമൊക്കെ നീ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിടാം, അവൻ്റെ അടുത്ത് പോകാം. ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ പോത്തില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവനെപ്പറ്റി. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് വരുത്തി, ഇടയിറക്ക വിളിച്ചുകൊണ്ട് പോകും, നാണക്കെട്ട ഇത്, ഇവിടെ കാണും പ്രസവിച്ചെങ്കിൽ എന്തോ ചെയ്യും, കയ്യെ കാലെ പിടിച്ച് കൊണ്ടുപോകും. ഇവൻ അവിടെ കയ്യെ പിടിക്കുന്ന പൊന്നെ ചക്കര മുത്തേ പാല, ഇനി വിളിക്കാനൊന്നുമില്ല, എന്താ വിളിച്ചിട്ട് അവൾ അയയുന്നില്ല. ഒടുവിൽ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഈ ചെറുക്കന് അവളങ്ങ് ശരവർഷം ഇല്ലാത്തവരുടെ കുറ്റം പറയാം, ഇവൻ ഒരു നന്മയില്ലേ, ഇല്ല, ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം കയറി. ഞാനൊരു പേപ്പറും ഒരു പേന എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇരിക്കവിടെ, കുറേ നേരം ഉണ്ട് നിന്നോട് ഞാൻ സംസാരിക്കുന്നു, ഒരു ഗുണമില്ലാത്ത ഒരു മനുഷ്യന് ഈ ഭൂമിയില്ല, എഴുതടി അവൻ്റെ ഒരു 5 ഗുണം ഇല്ലെന്നാ. അവളങ്ങ് പക്ഷേ നിർബന്ധിച്ചപ്പോൾ എഴുതാൻ തുടങ്ങി. എന്തെല്ലാം എഴുതിയെന്നറിയാമോ? അവൾക്ക് ഗർഭിണി ആയതുകൊണ്ട് കാലിൽ വേദനയാണ്. അവൻ നല്ലപോലെ വെള്ളം ചൂടാക്കി ഇങ്ങനെ തോർത്തിട്ട് കാലിലൊക്കെ ചൂട് വെക്കും, പിന്നെ കുഴമ്പ് തേച്ച് കൊടുക്കും, കുളിക്കാൻ ചൂടുവെള്ളം കൊണ്ട് കുളിമുറി ഇട്ടരും, പിന്നെ തുണി നനച്ചു കൊടുക്കും. അവൾ ചോദിക്കുന്നത് അമ്മ കാണാതെ മുറി കൊണ്ട് വാരി കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇനി നീ എഴുതണ്ട, കാരണം എന്നാ, ഇത്രയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ 2 ചെയ്തായിരുന്നു എൻ്റെ ഭാര്യ എന്നെ തലയെ കൊണ്ടിടന്നേനെ, ഇതൊന്നും അപ്പം നോക്കിയടേ, ഇതിക്കുള്ളൊരു ഭർത്താവ് എന്താ ചെയ്യണ്ടേ? അല്ല, എനിക്കറിയാൻ വേണ്ട, ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? കുഴമ്പ് തേച്ച് കൊടുക്കും, ചൂടുവെള്ളം കൊണ്ട കൊടുക്കും, തുണി കഴുകി കൊടുക്കും, പിന്നെ ഞങ്ങൾ ഇനി എന്തോ ചെയ്യണ്ടേ? ആ ചെറുക്കനെക്കുറിച്ച്. അപ്പോൾ ഈ മനുഷ്യരാരും നന്മ കാണുന്നില്ല, അതാണ് അപകടം. പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി പറയുകയാണ്, എനിക്കുണ്ട്, ഇത് മതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. അതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കണ്ടന്റ്മെൻറ്റ്, ഒരു സംതൃപ്തിയുടെ മനസ്സ്. നോക്കൂ, അങ്ങനെ ഒരു എസ്തേർ മുമ്പോട്ട് പോട്ടെ, പെട്ടെന്ന് പോട്ടെ. ആ എസ്തേർ രാജ്ഞിയായിട്ട് മാറുകയാണ്. പക്ഷേ അടുത്തൊരു കാര്യം പ്രധാനമായിട്ട് അവിടെ കണ്ടു. 2-ാമത് അധ്യായത്തിൽ അവിടെ കാണുകയാണ്, അവൾ രാജ്ഞിയൊക്കെ ആയി കൽപ്പിച്ചു, രാജപദവിക്കത്വം സമ്മാനം കൊടുത്തു. 20-ാമത്തെ വാക്യം, മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതിരുന്നു, അല്ലേ? രാജകിരീടമൊക്കെ തലയിൽ വെച്ച് അവളെ രാജ്ഞിയാക്കി കേട്ടോ. പക്ഷേ 20-ാമത്തെ വാക്യം, മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിച്ചില്ല. എസ്തേർ മൊർദെഖായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ തന്നെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ച് വന്നു. എനിക്കൊരു സല്യൂട്ട് കൊടുക്കണം ഈ കുട്ടിക്ക്. എന്താ കാര്യം? ഇവൾ അനാഥയായ പെൺകുട്ടി ഇപ്പോൾ രാജപദവിയായി, വലിയ കാര്യമില്ല, 127 സംസ്ഥാനങ്ങളുടെ അധിപൻ, സാമ്രാജ്യത്വത്തിൻ്റെ അധിപനായ ആ വലിയ രാജാവ് തൻ്റെ പട്ടമകക്ഷിയായി അംഗീകരിച്ച് അവളെ രാജ്ഞിയാക്കി, തലയിൽ രാജകിരീടം വെച്ചു. പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രത്യേകത, പിന്നെയും അവൾ ആരെ അനുസരിച്ചു? മൊർദെഖായി അനുസരിച്ചു. മറക്കരുതേ, വന്ന വഴി മറക്കാത്തൊരു കുട്ടിയുടെ പേരാണ് വസ്തി. 2, വളർത്തിയവരെ മറക്കാത്തവളാണ് ആര്? വസ്തി. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. വന്ന വഴി മറക്കരുത്. എത്ര ഉയർന്നാലും വന്ന വഴി മറക്കരുത്. നമ്മുടെ എല്ലാ ലൈഫിലും ഒത്തിരി പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. പറഞ്ഞേ, അവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇന്ന് മാതാപിതാക്കളെയും മറന്നു പോകുന്നു, വളർത്തിയവരെയും മറന്നു പോകുന്നു. എങ്കിലും നല്ല മനുഷ്യരില്ലേ? ഉണ്ട്. അത് ആദ്യം പറയാം, നന്മ ആദ്യം പറയാം. ഒരിടത്ത് നിൽക്കുക, ഒരു കൺവെൻഷൻ, ഇതുപോലൊരു വേദി, സൈഡിലൊരു അച്ചാൻ നിൽപ്പുണ്ട്, അജാനമാകുക ഒരു മനുഷ്യൻ, കൈരിയൊക്കെ കൊടുത്ത് എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നു. യോഗം കഴിഞ്ഞപ്പോൾ കർത്തദാസൻ എന്നോട് പറഞ്ഞു, ആ അച്ചാനാണ് നമുക്ക് സ്ഥലം തന്നത്, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. ചെന്നപ്പം പറഞ്ഞു, അവിടെ അമ്മച്ചിയുണ്ട്, 98 വയസ്സായി, പക്ഷേ ഇപ്പം മറവിയാണ്, ഡിമെൻഷ്യ വന്നൊരു അമ്മച്ചിയാണ്. അമ്മച്ചി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അപ്പോൾ വല്ലാത്ത പിന്നെ ഈ ഡിമെൻഷ്യയുടെ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചപ്പം വളരെ ഭവ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മനുഷ്യായുസ് 70 ഏറെയായി 80 ദീർഘായുസ് കൊടുത്ത് കർത്താവെ, ഇപ്പം വയസ്സ് 98 എങ്കിലും ഈ അമ്മയ്ക്ക് മറവിയുടെ ഒരു അസുഖമൊക്കെ ഉണ്ടല്ലോ, കർത്താവെ അധികം കഷ്ടത്തിലാക്കാതെ അവിടുത്തെ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറുവാൻ അങ്ങേക്ക് കനിവ് തോന്നണമേ എന്ന് പറയുകയും ആ മനുഷ്യൻ എൻ്റെ ഇവിടെ ഒരു പിടുത്തം. ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ പറയുക എന്നോട്, സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് എന്ത് ചെയ്യേണ്ട? പ്രാർത്ഥിക്കേണ്ട. എന്നിട്ട് ഒരു കാര്യം കൂടെ, കണ്ടാൽ പരിക്കനും തോന്നുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്കേ മറവിയുള്ളൂ പാസ്റ്റർ, എനിക്ക് നല്ല ഓർമ്മയാണെന്ന് പറഞ്ഞു.
അമ്മയ്ക്കേ മറവിയുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയാണ്. പ്രിയരെ, വന്ന വഴി മറക്കാത്ത, വളർത്തിയവരെ മറക്കാത്ത ഒത്തിരി പേരുണ്ട്. സ്തോത്രം ചെയ്തേ. എന്നാൽ മറ്റ് കാഴ്ചകളും ഞാൻ കണ്ടു, മറന്നവരെ കണ്ടു. ആ അപ്പച്ചന് 90+ ആണ്, 90+. ആ 90+ ഉള്ള അപ്പച്ചൻ വീണു. ഹിപ്പ് ചെറിയൊരു പ്രശ്നം, പക്ഷെ നടക്കാൻ തുടങ്ങി. നടന്നു ആ അപ്പച്ചൻ. ഞാൻ സന്തത സഹചാരിയായി കാണുന്നൊരു കാര്യമാണ്. നടന്നു. പക്ഷേ ഈ നടന്ന അപ്പച്ചനായിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ദിവസം മോൻ വന്നിട്ട് അവർ വളർന്ന തറവാട് പൊളിച്ച് പണിത് വലിയ മനുഷ്യനാക്കി. തറവാട് പൊളിച്ച് പണിത് വലിയ കൊട്ടാരം പോലാക്കി. അതിൻ്റെ വീഡിയോ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന ദിവസമാണ് കയറി താമസം. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പച്ചന് സന്തോഷമായി. മോൻ തിരിച്ചു പോയി. പക്ഷേ ആ സ്ഥാപനത്തിൽ തന്നെ നോക്കുന്ന ആ സഹോദരനോട് അപ്പച്ചൻ പറഞ്ഞു, ആ ദിവസമായപ്പോൾ ഓർമ്മ വെച്ചിരുന്നിട്ട് തലേദിവസം ഷേവൊക്കെ ചെയ്ത് കുളിച്ച് ആ ജുബായി മുണ്ടുമൊക്കെ എടുപ്പിച്ച് വെച്ച് രാവിലെ ആ മനുഷ്യൻ എഴുന്നേറ്റ് ജുബായി മുണ്ടും ഇട്ട് എന്നോ കലയാണെന്നറിയോ, രാജകലയാണ്. ജുബായി മുണ്ടുമൊക്കെ ഇട്ട് മനുഷ്യൻ ഇങ്ങനെ ഇരുന്നു. മോൻ വരും കൊണ്ടുപോകാൻ. മോൻ വന്നില്ല. സങ്കടം. അന്ന് കിടന്നതാ. ഈ ദിവസം വരെ, ഈ നിമിഷം വരെ പിന്നെ നടന്നിട്ടില്ല. അന്ന് കിടന്ന മനുഷ്യൻ. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ മോൻ വരാത്തത്? മോൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് പിന്നെ ഇനി ഇവിടെ താമസിക്കുക, തിരിച്ചു പോയില്ല, എന്തോ ചെയ്യും. ആ മനുഷ്യൻ അന്ന് കിടന്നു. ഇവിടെയാണ് എസ്തേറിനെ ഓർക്കേണ്ടത്. അവൾ രാജ്ഞിയായപ്പോഴും മൊർദെഖായിയെ മറന്നില്ല. മറക്കരുത് പ്രിയരെ. മറക്കാത്ത ഒരാത്മീയതയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്. ഒത്തിരി പേർ നമ്മുടെ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്തുതിച്ചേ. എന്തുമാത്രം പേര് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറക്കാമോ? മറക്കാൻ പാടില്ല. എന്നിട്ടും ആ അമ്മ ഈ എളിയവൻ്റെ അടുക്ക വന്നു. സങ്കടം. ഇതാണ് കാര്യം. അമ്മയുടെ, ഞാനിതൊരു 1000 പേര് പറഞ്ഞു, ഇത് 1001 ആയിക്കോട്ടെ, സാരമില്ല, ഇനിയും ഒരാൾക്ക് ഗതികേട് ഉണ്ടാകരുത്. അമ്മ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മോനുമായിട്ട് മോൻ പിണങ്ങി നിൽക്കുക, മിണ്ടുന്നില്ല, വിളിക്കുന്നില്ല. കാര്യം എന്തോ ഒരു വസ്തുവിൻ്റെ ഒരു വിഷയമാണ്. അവിടെ ഉണ്ടായ എന്തോ ഒരു മരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനൊരു പോലീസ് കേസൊക്കെ മോൻ കൊടുത്തു. അങ്ങനെ അമ്മയുമായിട്ട് പിണങ്ങി. ഈ അമ്മ എൻ്റെ അടുക്ക വന്നതൊരു കാര്യം പറയാനാണ്. അമ്മയുടെ കണ്ണിന് ക്യാൻസറിൻ്റെ ആരംഭം വന്ന് പറഞ്ഞു, 6 മാസം കൊണ്ട് കാഴ്ച പൂർണ്ണമായും പോകാം. അതിനു മുമ്പ് മോനെ ഒന്ന് കാണണം. ഞാൻ വിളിച്ചു. എനിക്കറിയാവുന്ന, അവരെ സ്വാധീനിക്കാൻ ഒക്കുന്ന പലരെയും കൊണ്ട് വിളിപ്പിച്ചു. വന്ന് മോനെ കാണണം. വന്നില്ല. ഒടുവിൽ ഈ അമ്മ ചെയ്ത കാണണോ, എന്നെ കാണാൻ വന്നു. എന്നിട്ട് ഈ എളിയവൻ്റെ കയ്യിൽ ഒരു കെട്ട് പൈസ പേപ്പറിൽ പൊതിഞ്ഞു തന്നു. ഞാൻ നോക്കിയപ്പം പൈസ. എന്തിനമ്മച്ചി പൈസ? മോനെ, ഇനി എത്ര നാൾ കാണാൻ ഒക്കുമെന്ന് അറിയത്തില്ല, ക്യാൻസറാ. ഒരു കാര്യം പറയാനാ വന്ന്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൻ വന്നാൽ ഇത് അസാധി. ഈ പൈസ കൊണ്ട് പ്രിൻസിപ്പാൾ ഉദവി ചെയ്തു, പാവങ്ങളെ സഹായിച്ചു. ഞാൻ മരിക്കുകയും അവൻ വരാതിരിക്കുകയും ചെയ്തിട്ട് എൻ്റെ മരിച്ചു കിടക്കുമ്പോൾ വന്ന് വലിയ ആൾ കളിച്ചാൽ ബോഡിയെ തൊടിയിപ്പിക്കരുത്. അന്ന് തൊടിപ്പിക്കാൻ ബലം പിടിച്ചാൽ ഗുണ്ടെ വിളിക്കണം. അതിനാണ് ഈ കാശ്. 2 കൈ നീട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു ഗുണ്ടയുടെ കാശ്. എന്നിട്ടൊരു അവിവേകം പറഞ്ഞു, അമ്മച്ചി അന്ന് ഗുണ്ടയാകണമെങ്കിൽ ഞാൻ ആയിക്കോളാം. അവിവേകമാണ്, പറഞ്ഞു പോയതാ സങ്കടം കൊണ്ട്. പക്ഷെ വന്നില്ല മോൻ. മരിക്കുന്നിടം വരെ നോക്കി വിളിച്ചു. അവസാനം കണ്ണിൻ്റെ കാഴ്ച പോയി. ഓരോ അനക്കം കേട്ടപ്പോഴും ചോദിച്ചു, മോനാണോ? ഒരു ദിവസം എൻ്റെ മോൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാണ്. പോടാ, എൻ്റെ ശബ്ദം കേട്ടാൽ, എൻ്റെ മോൻ്റെ ശബ്ദം കേട്ടാൽ എനിക്കറിയാം നീ അല്ല എൻ്റെ മോൻ, നീ പ്രിൻസിൻ്റെ മോൻ്റെ. പ്രിയരെ ഓർത്തോണേ, മറക്കുന്ന ഒത്തിരി പേരുടെ ലോകത്ത് മറക്കാത്തൊരു പെൺകുട്ടിയുടെ പേരാണ് എസ്തേർ. മറക്കരുതേ. മറവി ഒരു തരത്തിൽ അനുഗ്രഹമാണ്. പക്ഷേ വന്ന വഴി മറക്കരുത്, വളർത്തിയവരെ മറക്കരുത്. മറക്കാത്തൊരു പെൺകുട്ടിയുടെ പേരെന്താ? എസ്തർ. പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. സംഭവം എന്താണെന്നറിയാമോ? രാജാവിനെ കൊല്ലാൻ വേണ്ടി 2 പേരെ ആലോചിക്കുന്നു. അത് മൊർദെഖായി കേൾക്കുന്നു, അറിവ് കൊടുക്കുന്നു, കാര്യം തിരക്കുന്നു, അവരെ തൂക്കി കൊന്നു കളയുന്നു. ഈ സംഭവം രാജാവ് എവിടെ കുറിച്ച് വെച്ചു? ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ച് വെച്ചു. 2-ാം അധ്യായത്തിൻ്റെ അവസാനമുണ്ട് ദിനവൃത്താന്ത ഓർമ്മയുടെ പുസ്തകം. ഇത് വായിച്ചപ്പോൾ എനിക്കൊരു ഭാഗം തോന്നി, രാജാവിൻ്റെ കയ്യിൽ ഒരു ഓർമ്മയുടെ പുസ്തകം ഉണ്ടെങ്കിൽ നമ്മുടെ തമ്പുരാൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഓർമ്മയുടെ പുസ്തകമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തേ. നാം ചെയ്ത ഒരു ഗ്ലാസ് തണ്ണീര് വെള്ളം കുടിക്കാൻ കൊടുത്താലും ദൈവം എന്ത് ചെയ്യുകയില്ല, മറക്കത്തില്ല. ഞാൻ വന്നപ്പം എൻ്റെ ഒരു പ്രിയപ്പെട്ട അച്ഛന് ഇവിടുമായിട്ടൊരു ബന്ധമൊക്കെ ഉള്ളൊരു മോഹൻചാനുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഒരു സഹോദരനാണ്, ഞങ്ങളുടെ ഒരു പിതാവാണ്. അച്ഛനോട് പറഞ്ഞു, ആ സംഭവം ഒന്ന് പറഞ്ഞേക്കണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് ഓർമ്മയുടെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ സഭയിൽ പറഞ്ഞ സംഭവം ഒന്നുകൂടെ പറയുക. ഇത്രയേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിലുണ്ടായൊരു അനുഭവം. ഒരു ദിവസം ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഉപദേശി ചിറ്റാറ്റിൽ നിന്ന് വന്നു. അജാനുബാഹുവായൊരു മനുഷ്യനാണ്. ആ പാവം പഠിച്ച ദൈവദാസൻ വീട്ടിൽ വന്നിട്ട് പോയപ്പം കൊടുക്കാനായിട്ട് പൈസയൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു 7-8 പൈസ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ, വലിയ അപ്പച്ചൻ മേശ തുറന്നപ്പോൾ ഈ മേശയ്ക്കകത്ത് ട്രോയ്ക്കകത്തൊരു കള്ളിയറയുണ്ട്. അറിയാമല്ലോ, കൊച്ചറ. ആ കള്ളിയറയ്ക്കകത്ത് നാണയമൊക്കെ ഇടുന്നത്. അതിനകത്തൊരു കീറിയ 2 രൂപ നോട്ട് കിടപ്പുണ്ട്. ചവിണ്ട് കീറിയ 2 രൂപ നോട്ട്. ഈ അപ്പച്ചൻ എൻ്റെ ഈ നോട്ട് എടുത്ത് തന്നിട്ട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മോനെ, അപ്പച്ചൻ ഈ നോട്ട് കൊടുത്താൽ മോശ. അപ്പോഴത്തേന് ഈ ഉപദേശി പ്രാർത്ഥിച്ചിട്ട് കുടയൊക്കെ പിടിച്ച് അങ്ങ് പോയി. മുട്ടം മനുഷ്യനാ.
മോൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ അപ്പച്ചൻ്റെ പുറകെ ഞാൻ ഓടി, നിക്കറൊക്കെ ഇട്ട് ഞാൻ ഷട്ടൊന്നും നല്ല ഗുണ്ട് പണിയാന്ന് നല്ല വണ്ണ ഓടിച്ചെന്നു. അപ്പച്ചോ 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 അപ്പച്ചോ. ഈ അപ്പച്ചൻ തിരിഞ്ഞു നോക്കി. ഞാൻ ചെന്ന് ഈ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച എൻ്റെ പൈസ കേട്ടോ, എൻ്റെ പൈസയാണ്. എന്നോട് അങ്ങനെ പറഞ്ഞേ, മോൻ്റെ പൈസയാന്ന് പറയണേ, എൻ്റെ പൈസ ഇരിക്കട്ടെ കേട്ടോ. എൻ്റെ പൊന്നെ, ആ മനുഷ്യൻ കാലം കൂടെയൊക്കെ കൊണ്ട് മടക്കി എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് നറോടി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിൽ, കണ്ണീരെൻ്റെ തലേ വീണ് ഒഴുകി. തമ്പുരാനെ, ഇവൻ്റെ കാലത്ത് ഈ ബുദ്ധിമുട്ടൊക്കെ മാറ്റണം, ഇവൻ്റെ കാലത്ത് ഈ ബുദ്ധിമുട്ട് മാറ്റണം. അഭിമാനത്തോടെ ഏറെ വിനയത്തോടെ ഞാൻ പറയും, സുവിശേഷ വിലയ്ക്കായി എന്നെ വിശ്വസിച്ച് എത്രയോ പേർ എളിവൻ്റെ കയ്യിൽ എന്തുമാത്രം പണം ഏൽപ്പിക്കുമ്പോഴും ഞാൻ ഓർക്കുന്നത് കീറിയ 2 രൂപ നോട്ടും അതെൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ ഓർമ്മയാ. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും എൻ്റെ ദൈവം മറക്കുന്ന ദൈവമല്ല, മറക്കാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. എല്ലാവരും പ്രിയരെ, ഓർമ്മയുടെ പുസ്തകത്തിൽ പേര് വേണ്ടേ? ഓർമ്മയുടെ പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വേണം. ആ സഹോദരൻ്റെ ആദ്യത്തെ ശമ്പളം, എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ഏകദേശം എന്നെ കട്ടി ഇളയതാ. അതുകൊണ്ട് തന്നെ അവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ ശുശ്രൂഷയിലോട്ട് വരിക. ആദ്യത്തെ ശമ്പളം എൻ്റെ കൈ കൊണ്ട് തന്ന് പ്രാർത്ഥിപ്പിച്ചു. കാലം ഒത്തിരി മുമ്പോട്ട് പോയി. കഴിഞ്ഞ ദിവസം പൗരുഷിൻ്റെ ഒരു മീറ്റിംഗ് ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ഖത്തറിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ഒരു ശുശ്രൂഷ നടത്തി. അവിടുത്തെ ക്രൈസ്തവ സഭകളുടെ എല്ലാ സഹകരണത്തോടെ എല്ലാം കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ ഒത്തിരി പാവം പിടിച്ച മക്കളാണ്, പാട്ടുകാർ, ഓർഗൻ വായിക്കുന്നവർ, ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നവർ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നവർ, അങ്ങനെ വലിയൊരു സമൂഹം 10-35 പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പിള്ളേരെല്ലാം തിരിച്ച് സഹോദരന്മാരെല്ലാം, അവരൊക്കെ പലരും ആദ്യമായിട്ടൊക്കെ ആയിരിക്കാം പുറത്ത് പോകുന്നത്. ഈ സഹോദരന്മാരെല്ലാം തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പം എല്ലാവരും ഇങ്ങനെ പെട്ടിയൊക്കെ തള്ളിക്കൊണ്ട് വരിക. ഞാൻ പറഞ്ഞു, ഏട്ടാ നിറച്ച് പെട്ടിയാണല്ലോ, ഇത് എവിടെ നിന്ന് എന്തുകൂടെ സാധനങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, പുത്തൻ പെട്ടികൾ. അപ്പോൾ എല്ലാവരും പറയാം, അറിയത്തില്ല. പോരാൻ നേരത്ത് ഈ സഹോദരൻ ഈ വന്ന മുഴുവൻ പിള്ളേർക്കും ഓരോ പെട്ടി മേടിച്ച് നിറച്ച് സാധനം വെച്ച് കൊടുത്തേക്കുക. എയർപോർട്ടിൽ വന്ന 10-35 പിള്ളേർ ഓരോ ബ്രീഫ് കേസും പിടിച്ച് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ എൻ്റെ സഹോദരനെ ഓർത്ത് ഞാൻ 1000 സ്തോത്രം ചെയ്തു. എനിക്കതൊരു വലിയ വിഷയമല്ലായിരിക്കും, കാരണം ഞാൻ എപ്പോഴും യാത്രയൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ ഈ മക്കളാദ്യം 10-35 പെട്ടി പിടിച്ചുകൊണ്ട് ഈ പിള്ളേർ കയറി പോകുമ്പോൾ എൻ്റെ കർത്താവെ, പ്രതിഫലം വീതിക്കുന്ന നാളിൽ, അതോ പേര് പറയാതെ ചെയ്തതാ, ആരും അറിയാതെ ചെയ്തതാ, എയർപോർട്ടിൽ വന്ന പിള്ളേരുടെ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ കർത്താവെ, ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഓർത്തോണേ, പ്രതിഫലം തന്നിടുവാൻ എൻ്റെ യേശുരാജം വന്നിടുവാൻ അധികമില്ലിനി സമയം. ദിനവൃത്താന്ത പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്താണ് ഓർമ്മയുടെ പുസ്തകം? അല്ലേ, ഡയറി കുറിപ്പ്, ദിനവൃത്താന്ത പുസ്തകം. ഒരു രാജാവിൻ്റെ കയ്യിൽ ഓർമ്മയുടെ പുസ്തകം ഉണ്ടെങ്കിൽ എൻ്റെ തമ്പുരാൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ പേരുണ്ടോ? അത് എത്ര അനുഗ്രഹമായി. 2 കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഓർമ്മയുടെ പുസ്തകം മറക്കരുത് പ്രിയരെ, മറക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ചെലവിട്ടും ചെലവായി പോയതൊന്നും മറന്നു കളയാൻ ദൈവം എന്തല്ല, അനീതിയുള്ള ദൈവമല്ല. വാത്സല്യ ദാനിയേൽ സാറൊക്കെ ആ കാര്യം പറഞ്ഞില്ലേ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരുന്ന അക്രൈസ്തവ സഹോദരങ്ങൾ പോലും ആ ഒരു വലിയ മൂല്യത്തിലല്ലേ കടന്നു വരിക. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് ആര് പിടിവിക്കും? യഹോവ അവനെ പിടിവിക്കും. ദൈവം ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കട്ടെ, മുമ്പോട്ട് പോകട്ടെ. അപ്പോഴാണ് അടുത്തൊരു സംഭവം ഉണ്ടായത്. ഹാമാൻ വരുന്നു. ഹാമാൻ ആരാണ്? ആ രാജ്യത്തിലെ 2ാമനാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു തീം ഞാൻ കണ്ടത്. അവിടം കൊണ്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. രാജാവ് വന്നിട്ട് അവനെ എല്ലാവരും കുമ്പിടണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൊർദെഖായി ഈ മനുഷ്യനെ കണ്ടപ്പോൾ എന്ത് ചെയ്തില്ല? കുമ്പിട്ട് നമസ്കരിച്ചില്ല. ആദരവും ആരാധനയും തന്നെ 2ആണ്. മനുഷ്യനെ ആദരിക്കണം, മൂത്തവരെ കണ്ട എഴുന്നേക്കണം, ബഹുമാനിക്കണം, തല നരച്ചവരെ മാനിക്കണം, അതെല്ലാം ആദരവാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യ ആരാധന ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന, മറ്റൊരു ദൈവത്തെ ആരാധിക്കാത്ത ആ മൊർദെഖായി അതിന് വഴികാട്ടി കൂട്ടാക്കിയില്ലെന്ന് കണ്ടപ്പോൾ ഇവരൊരു കാര്യം തീരുമാനിച്ചു, ഇവനെ നശിപ്പിച്ചേക്കാം. അപ്പോൾ ഒരു ആലോചന, ഇവനെ മാത്രം പോരാ, എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്തേക്കാം? നശിപ്പിച്ചേക്കാം. അതിനുവേണ്ടി അവർ ചെയ്ത ഒരു കാര്യത്തെ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യം. അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ ആദാർ എന്ന 12-ാം മാസം വരെ ഉള്ള ഓരോ ദിവസത്തെയും ഹാമാൻ്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന എന്തിട്ടു? ചീട്ടിട്ടു. പൂരെന്ന ചീട്ടിട്ടു. നമുക്കറിയാം, നമ്മൾ ഈ തത്തമ്മ ചീട്ട് കൊത്തുന്ന, ഈ തത്ത ഈ ചീട്ട് കൊത്തത്തില്ലെന്ന് പറയുന്ന പോലെ ചീട്ടൊക്കെ ഇട്ട് അവർ അതിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. അവസാനം അവരെടുത്ത ഒരു തീയതിയുണ്ട്. അവസാനം 13-ാം തീയതി, 12-ാം മാസം 13-ാം തീയതി ഇവരെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. ഞാനിതൊരിടത്ത് പ്രസംഗിക്കുമ്പോൾ സംഖ്യാശാസ്ത്രത്തിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പക്ഷേ 13-ാം തീയതി എന്തുകൊണ്ടാണ് ചീട്ട് കുത്തി എടുത്തെന്ന് അറിയാമോ? ഇല്ല സഹോദര. അദ്ദേഹം എന്നോട് പറഞ്ഞു, 13 ന്യൂമറോളജിയിലെ മോശപ്പെട്ട ഒരു സംഖ്യയാണ്. 7, 700, 7000, 77 കാശ് കൊടുത്ത് മേടിക്കും നമ്പർ. ലക്ഷം വേണേൽ കൊടുക്കും. 7-നും 7000-നും ഒക്കെ ആരെങ്കിലും 13 നമ്പർ കാശ് കൊടുത്ത് മേടിക്കുമോ?
ഇല്ല. 13 റൂം നമ്പർ 13 താമസിക്കുമോ? ചിലപ്പം പേടിയാണ്. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് അത്ര മോശപ്പെട്ട സംഖ്യ തിരഞ്ഞെടുത്തു. മോശപ്പെട്ട ഒരു സംഖ്യ ഇവരെ എന്ത് ചെയ്യാനാ? നശിപ്പിക്കാനാ. ഇതൊരു സത്യമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ ഡേറ്റ് ഇടും, തീരുമാനിക്കും ഇല്ലാതാക്കാനായിട്ട്. പക്ഷേ ദൈവം മൊർദെഖായിയോട് പറഞ്ഞ് എസ്തേറിനെ അറിയിച്ചു, എന്താണ്? നീയും ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് എവിടുന്നെങ്കിലും എന്ത് വരും? രക്ഷ വരും. പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇത് കേട്ടപ്പോൾ എസ്തേർ ചെയ്തൊരു കാര്യമുണ്ട്. പറഞ്ഞു, ഞാനും എൻ്റെ തോഴിമാരും ഇന്നു മുതൽ 3 ദിവസം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ, വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും എടുക്കും. യഹൂദന്മാർ മുഴുവൻ പേരും രട്ടെടുത്ത് വെണ്ണീരിൽ കിടന്ന് കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും എടുത്തു. പിന്നത്തെ സംഭവങ്ങൾ അറിയാം. എസ്തേർ പോയി രാജാവിനെ കണ്ടു. അവൾ എന്ത് കാണിച്ചു? ചെങ്കോല് കാണിച്ചു. അവിടെയും ഒരു സാമൂഹ്യ ചിന്ത പറഞ്ഞോട്ടെ. അന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണമായിരുന്നു, വേണ്ടേ? ചെല്ലുമ്പം ചെങ്കോല് കാണിച്ചില്ലേ? ഗതികേടല്ലേ? ഇതാണ് 24 മണിക്കൂറും ചക്കരെ പൊന്നെ വിളിച്ചിട്ടും പോരാന്നല്ലേ പറയുക. അവിടെയൊക്കെ ആരെ ഓർത്തോണം? എസ്തേറിനെ ഒന്ന് ഓർത്തോണം. ചെല്ലണമെങ്കിൽ രാജ്ഞിയാക്കണം. ഞാൻ എൻ്റെ ഭാര്യയെ മോളെ എന്നൊക്കെ വിളിച്ചു എന്ന് ഒരാൾ കേട്ടു. അപ്പം അതിന് എനിക്കൊരു കാരണമുണ്ട്. എന്നോടൊരു ഉപദേശി ഒരിക്കൽ പറഞ്ഞേ, പുള്ളി എപ്പോഴും ഭാര്യയെ എടി എന്ന് വിളിക്കും. അപ്പം കേട്ടോണ്ടിരുന്ന ഒരു സായിപ്പ് അവിടെ താമസമുണ്ട്. സായിപ്പ് ചോദിച്ചു, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എടി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എടി? അച്ചായൻ ആരാ മോൻ? അച്ചായൻ പറഞ്ഞു, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എടി. യുവർ ഹണി ഈസ് അവർ എടി. അപ്പോൾ അന്നോർത്തു, എടിന്ന് വിളിക്കേണ്ട. മറ്റൊരു കാരണം കൂടെ ഉണ്ട്. KC One സാറിൻ്റെ 70ാമത്തെ ബർത്ത്ഡേയിൽ മോള് പറയുന്നു, എൻ്റെ ഡാഡി ഇന്ന് വരെ എൻ്റെ അമ്മയെ നീന്നോ പേരോ വിളിച്ച് കേട്ടിട്ടില്ല, മോളെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഭയങ്കര ബഹുമാനം തോന്നിയ മനുഷ്യനോട് മോളാ സാക്ഷ്യം പറയുക. അപ്പോൾ ഏതായാലും മോളെ എന്നൊക്കെ വിളിച്ച് കേട്ട ഒരു ആൻറ്റിയോട് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയെന്ന്. കണ്ടോ, പ്രിൻസിപ്പാൾ എപ്പോഴും മോളേന്ന് വിളിക്കുക, നിങ്ങൾ എന്നെ എന്താ വിളിക്കുന്നത്? അപ്പം കേട്ടോണ്ടിരുന്ന മോൾ ഓടി വന്നിട്ട് പറഞ്ഞു, അതുമായിട്ട് കമ്പയർ ചെയ്യണ്ട, അതെന്നാടി? പ്രിൻസിപ്പാൾ രാവിലെ മോളേന്ന് വിളിച്ച് പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. അതാണോ നമ്മുടെ പപ്പ? രാവിലെ 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുകയല്ലേ? അമ്മേ വാശി പിടിക്കല്ലേ, പൊക്കോട്ടെ പറയുക. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ ഒന്ന് ഓർത്ത് നോക്കണമേ, ഇവിടെ എല്ലാം നമ്മൾ കാണേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചെങ്കോലൊക്കെ കണ്ടതിലേ ചെല്ലാനൊക്കത്തുള്ളൂ. ചെന്നു. പക്ഷേ എന്താ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, എന്തിനു വരണം? വിരുന്നിന് വരണം. 3 വിരുന്നുകൾ ഇവിടെ കാണുന്നുണ്ട്. 1 അഹശ്വേരോശ് കഴിച്ച വിരുന്ന്, 2 എസ്തേർ കഴിച്ച വിരുന്ന്, 3 അവസാന അധ്യായത്തിൽ കാണുന്നു യഹൂദന്മാർ കഴിച്ച പൂരീം ഉത്സവം 14-15 ദിവസങ്ങൾ. അങ്ങനെ 3 വിരുന്നുകൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രിയരെ, അവിടെ കാണുകയാണ്. ചെന്നു. എന്താ കാര്യം? വിരുന്നിന് വന്നു. വിരുന്നിന് വന്നപ്പോൾ എന്താ ആവശ്യം? പറഞ്ഞു, എൻ്റെ കുലത്തെ കൊല്ലാൻ പോവുകയാണ്, എൻ്റെ ജാതിയെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ആരാണ് അതിന് കാരണം? പറഞ്ഞു കൊടുത്തു, ഇവനാണ് ആ കാരണം. നോക്കൂ, തിരിച്ചു വന്നപ്പോൾ അവൻ ഓടിച്ചെന്ന് അന്തഃപുരത്തിൽ കിടക്കുക, പിടിച്ചു, കൊന്നുകളഞ്ഞു, ആ കുടുംബത്തെ ഇല്ലാതാക്കി. ഉടനെ കൊടുത്തു കൽപ്പന. എന്താ കൽപ്പന കൊടുത്തത്? ഈ ജനത്തെ തൊട്ടുപോകരുത് മാത്രമല്ല, ആരെങ്കിലും അവരെ തൊടാൻ വന്നാൽ അവരെ തിരിച്ച് ഉപരോധിക്കാനുള്ള, പ്രതികാരം ചെയ്യാനുള്ള അനുവാദവും കൊടുത്തു. അങ്ങനെ 13-ാം തീയതി, ആധാർ മാസം 13-ാം തീയതി അവർക്ക് സ്വസ്ഥത വന്നു. അതുകൊണ്ട് അവരൊരു ഉത്സവമായിട്ട് അതിനെ എടുത്തു. കൂടാര പെരുന്നാൾ പോലെ, പെന്തക്കോസ്ത് പെരുന്നാൾ പോലെ യഹൂദൻ്റെ ഒരു ഉത്സവമെന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. എന്താണ്? പൂരീം ഉത്സവം. ഈ പൂരീം ഉത്സവം നടന്നത് എങ്ങനെയാണ്? അവർ ചീട്ടിട്ട് തീരുമാനിച്ചു. വളരെ കൃത്യമായിട്ട് അവരുടെ മന്ത്രവാദികളെ വരുത്തി ചീട്ടിട്ട് ബാലിൻ്റെ ആ സംസ്ഥാനത്ത് അവർ തീരുമാനിച്ചു, ഇവരെ കൊല്ലണം, നശിപ്പിക്കണം, ഇന്ന ദിവസം ഇത്രാം തീയതി. അതിനുവേണ്ടി രേഖയുണ്ടാക്കി ചീട്ടിട്ടു, തീയതി കുറിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ എസ്തേർ പ്രാർത്ഥിച്ചപ്പോൾ എന്തു മാറി? തീയതി മാറി. ഒരു കാര്യം പറയട്ടെ, ഈ കൺവെൻഷൻ്റെ അവസാന രാത്രിയാണല്ലോ. ജനമേ, പ്രാർത്ഥനയും ഉപവാസവും ചെറിയൊരു ആയുധമല്ല. നമുക്കെതിരെ വരുന്ന ഏത് പോരാട്ടത്തെയും ജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വചനം പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ തീയതികൾ കുറിക്കുമോ? ഉറപ്പായിട്ടും കുറിക്കും. പോരാട്ടമുണ്ട്. പക്ഷേ അതിനെ പേടിക്കണമെന്നല്ല. എങ്കിലും ഈ എളിയ ദാസന് വിനയത്തോടെ പറയട്ടെ, അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരനുഭവം, ഡ്രഗ്സിൻ്റെ ഉപയോഗം വല്ലാതെ കൂടുന്നു. അത് വല്ലാതെ എനിക്കറിയാവുന്ന മക്കളെ പോലും ഒലയ്ക്കുന്ന ഒരു ദുരന്തമായി മാറുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ വിശ്വാസം വിട്ടുപോയി വിവാഹം കഴിക്കുന്നു. ചെറിയ കാര്യമല്ല. അങ്ങനെ അത് ഭാരമുള്ളവർക്കൊക്കെ വലിയ ഭാരമാണ്. കാരണം വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, വിവാഹം കർത്താവിൽ വിശ്വസിക്കുന്ന ആളുമായിട്ട് മാത്രമേ എന്ത് ആകാവൂ. ഇതിൻ്റെ എല്ലാം ദുരന്തങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ ടീം എന്നും രാത്രി പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ തിരുവനന്തപുരം മുതൽ പ്രാർത്ഥിക്കും, ഇങ്ങ് വരെ പ്രാർത്ഥിക്കും, വടക്കോട്ട് പോകും, തെക്കോട്ട് പോകും, നെടുകയും കുറുകയും തെക്കും വടക്കും നടന്ന് രാത്രിയെ പകലാക്കി എളിവരും ഒരു ടീമും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മിക്ക രാത്രികളും പോകും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇറങ്ങി നിൽക്കും.
എന്നിട്ട് കരമുയർത്തി യെശയ്യാവ് 43 പറഞ്ഞ് പ്രാർത്ഥിക്കും. വടക്കിനോട് തരിക, തെക്കിനോട് തടഞ്ഞു വരുക്കരുത്, കിഴക്ക് പടിഞ്ഞാറും ഞാൻ എന്ത് ചെയ്യും? ശേഖരിക്കും. ഈ പ്രാർത്ഥന തുടരുകയാണ്. ഈ പ്രാർത്ഥന തുടരുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ വൈഫും കാണും. അന്നേരം ഞങ്ങൾക്കൊരു ജീപ്പുണ്ട്. ചിലപ്പോൾ ഷോർട്ട് ട്രിപ്പൊക്കെയാണ് പോകുന്നതെങ്കിൽ, ദൂരമൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കാണും. അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പൊക്കെയാണ് ഞാനും വൈഫും ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ അവൾ വണ്ടി ഓടിക്കും, ഞാനും കൂടെ പോകും. ചില സ്ഥലങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കും, കരമുയർത്തി പ്രാർത്ഥിക്കും, തിരിച്ച് ഇതാണ് ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ചെയ്തുകൊണ്ട് പറയുകയല്ല, പക്ഷേ ഒരു കാര്യം പറയാൻ വേണ്ടി വരികയാണ്. ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് ഒരിടത്ത് ഒരു യാത്ര പോയി, ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. രാത്രി ഇവളൊരു സ്വപ്നം കാണുന്നു. ഇങ്ങനെ പോകുന്നു, ഞങ്ങളുടെ ജീപ്പേ ഞങ്ങൾ പോകുന്നു, എൻ്റെ ഭാര്യ വണ്ടി ഓടിക്കുന്നു. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം പറഞ്ഞു, നിൽക്കുമോളെ ഞാനിവിടെ ഇറങ്ങി 4 ദിക്കിലേക്കും കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ കണ്ട സ്വപ്നം ഇതാണ്. പെട്ടെന്നൊരു വണ്ടി വരുന്നു, ക്രോസ് ഇടുന്ന ഒരു ലോറിയാണ്. ആ ഒരു ടെമ്പോ പോലെ ഒരു വാനാണ്. അപ്പോൾ അതിനകത്ത് നിറച്ച് ചാക്കടിക്ക് വെച്ചിരിക്കുക. ഇവൾ കണ്ട ദർശനം ഇതാണ്. ഒരു മനുഷ്യൻ ഇറങ്ങുന്നു, അതിനകത്ത് മണൽ ചാക്ക. ഈ ചാക്ക് ഇത് പൊട്ടി. ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ഇച്ചിരി വിശ്വാസക്കുറവാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ അനുഭവം മാത്രം പറയുന്നു. ചാക്ക് പൊട്ടിച്ചിട്ട് ഈ മണൽ വിതറി പെട്ടെന്ന് ഗ്ലാസും ബോണറ്റും മുഴുവൻ മണലായി പൊടിയായി. ഇവർക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പോൾ ഇവൾ ഇറങ്ങി ചെന്ന സ്വപ്നത്തിൽ ഈ സഹോദരനോട് ചോദിച്ചു, ചേട്ടാ എന്താ പണിയാൻ കാണിച്ചേ? ചേട്ടൻ എന്തോ പണിയാൻ കാണിച്ച്, ഇനി ഞാനങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്തോ പണിയാൻ കാണിച്ച്? അപ്പോൾ ആ സഹോദരൻ അവളോട് പറഞ്ഞു, കുറേ നേരമായി ഞാൻ നോക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയേക്കാം രണ്ടും കൂടെ, ഞാനൊരു ചെറിയ സമ്മാനം തന്ന ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഇവളങ്ങ് പോയി. ഇവളെന്നെ രാത്രി ഉറക്കം വിളിച്ച് പറഞ്ഞു, അച്ചച്ച കണ്ടോ ഞാനിങ്ങനെ സ്വപ്നം, സാരമില്ല, സ്തോത്രം, രക്തം ജയം, ദൈവം മാറ്റിക്കോളും. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ മണൽ വാരിയിട്ടതുപോലെ ഉച്ച മുതൽ പൊങ്ങാൻ തുടങ്ങി. ഉച്ച മുതൽ പൊങ്ങി, പാദം വരെ പൊങ്ങി. എന്താണെന്ന് അറിയത്തില്ല. കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കില്ല. വല്ലാതെ കഷ്ടപ്പെട്ടു, ദേഹത്ത് വല്ലാതെ കഷ്ടപ്പെട്ടു. ഒടുവിൽ അതങ്ങ് കരിഞ്ഞു. പക്ഷെ പ്രശ്നം ഉണ്ടായത് അതല്ല. ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വേച്ചു പോയാൽ ഞാൻ പിടിച്ച് നടന്നു. അതെനിക്ക് മനസ്സിലായി. എൻ്റെ ബാലൻസ് പോകുക. വന്നു, ഡോക്ടറെ കണ്ടു, MRI എടുത്തു. സ്പൈനൽ കോർഡ് ഇൻഫ്ലമേഷനാണ്, സ്റ്റിറോയിഡ് ഇടണം. സ്റ്റിറോയിഡ് ഓറലി തന്നു, പിന്നെ ട്രിപ്പ് ഇട്ടു. പക്ഷേ കുറയുന്നില്ല. ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണെന്ന് സംശയിച്ചു. ഡോക്ടർമാരെ സന്തോഷിപ്പിക്കാനും ഡിസ്ചാർജ് ആകാനും ഞാൻ പതുക്കെ പറയാൻ തുടങ്ങി. കുറവുണ്ട്, എത്രയുണ്ട് 70 മാറിയോ? അല്ല 50 മാറി. തിരിച്ച് വീട്ടിൽ പോകണ്ടേ? ഏതായാലും മാറുന്നില്ല. എനിക്ക് മനസ്സിലായി, നടക്കാൻ പാടായി. കുറേ ദിവസങ്ങൾ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചു. പോകുമ്പോൾ പിടിച്ചുകൊണ്ട് നടക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർക്കും സങ്കടം, എനിക്കും സങ്കടം. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ പുറമോട്ട് പോകും. അവസാനം എൻ്റെ ഒരു സഹോദരൻ എനിക്ക് പ്രത്യേകം സ്പെഷ്യലായിട്ട് പറഞ്ഞു, ഒരു ഇരുമ്പ് കൊണ്ട് കാലം കൂടെ ഉണ്ടാക്കി. എന്തിനാ? വടി കുത്തി നടക്കാം. വടിയാണെന്ന് തോന്നണ്ട, കുറേ ദിവസം വടി പോലെ പിടിക്കണ്ട, കാലം കൂടെ പിടിച്ചോ. എന്നിട്ടും കാലം കൂടയ്ക്കും എന്നെ താങ്ങാൻ ഒക്കുന്നില്ലെന്നൊരു ചിന്ത തോന്നി. എനിക്ക് മനസ്സിലായി, ഒരിക്കലും ഇനി നടക്കത്തില്ലായിരിക്കാം. നടപ്പ് കഴിഞ്ഞു, ഇനി ഇരുത്തായി. പക്ഷേ തിരുത്തും ദൈവം, എല്ലാം തിരുത്തും. കോട്ടയത്തുനിന്ന് കുറച്ച് ആൻറ്റിമാർ, പ്രായമുള്ള കുറച്ച് ആൻറ്റിമാരാ, അവർ TV-യിൽ എന്നെ കണ്ടപ്പോൾ അവർക്ക് സങ്കടം. ഞാൻ ഇരിക്കുന്നു, പറഞ്ഞു പ്രിൻസിപ്പൽ മാസ്റ്റർ ഇരിക്കാൻ ഒക്കത്തില്ല. വന്നു, എന്നോട് പറഞ്ഞു കസേര ഇരുന്നേ. അവരെന്നെ ഒരു കസേര ഇരുത്തി. 5-6 ആൻറ്റിമാരാ, അമ്മമാരാ. അവർ ഇരുന്നു. സത്യം പ്രിയരെ, 1-2 മണിക്കൂർ ഒരു പ്രാർത്ഥന. ആത്മാർത്ഥത ഞാൻ പറയുകയാണ്. അവരുടെ കണ്ണീര് എൻ്റെ ദേഹത്തൂടെ വീണ് ഒഴുകി ഇറങ്ങി. ആ അമ്മമാരുടെ കണ്ണീര്. അന്ന് ഞാൻ എഴുന്നേറ്റു, ഇന്ന് ഞാൻ നിൽക്കുന്നു. എനിക്കറിയാം, കുറിക്കും പിശാച് ഡേറ്റ്, കുറിക്കും ഇരുട്ടിൻ്റെ ശക്തികൾ ഡേറ്റ്. എന്നാൽ തിരുത്തും നമ്മുടെ പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഞാൻ എല്ലായിടത്തും പറയും, ഞങ്ങൾ ദേശത്തിന് ഒരു ദോഷവും ചെയ്യത്തില്ല. ഞങ്ങൾ ഇച്ചിരി ശബ്ദം ഉണ്ടാക്കുന്ന ഒഴിച്ചാൽ ഈ സുവിശേഷ പ്രസംഗം കൊണ്ട് ആർക്കെന്ത് ദോഷം? പക്ഷേ ഞങ്ങളൊരു ദേശത്ത് വന്നാൽ ആ ദേശത്തിൻ്റെ ആത്മഹത്യ മാറും, ആ ദേശത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറും. എല്ലാവരും ദൈവത്തെ ഇന്ന് രാത്രിയിലൊന്ന് സ്തുതിച്ചേ. തീയതി കുറിച്ച ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളെ തിരുത്തി കുറിക്കുന്ന അതിശക്തമായ ഒരു ആയുധമാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. ഈ രാത്രി കർത്താവേ, എനിക്ക് അധികം പ്രാർത്ഥിക്കണം. ക്രൈസ്തവ സമൂഹമേ, വിശ്വാസ സമൂഹമേ, ഇന്ന് പ്രാർത്ഥിച്ചത്. കാരണം ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടുക. ഏത് വിധേനയും സഭകളെ തകർക്കുവാൻ, ദൈവദാസന്മാരെ തകർക്കുവാൻ, കുടുംബങ്ങളെ തകർക്കുവാൻ, കുഞ്ഞുങ്ങളെ ബന്ധനസ്ഥരായി പിടിച്ചുകൊണ്ട് പോകാൻ ഇരുട്ടിൻ്റെ ശക്തികൾ തന്ത്രങ്ങൾ മെനയുമ്പോൾ ദൈവസഭ, ദൈവമക്കൾ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കരുത്. നമ്മുടെ പോരിൻ്റെ ആയുധം ജഡീകം അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ തന്നെ. അതുകൊണ്ട് എല്ലാവരും സ്തുതിച്ചൊന്ന് ആരാധിച്ച്, എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഈ രാത്രി ഈ കൺവെൻഷൻ സമാപിക്കുമ്പോൾ ഹല്ലേലൂയ, കുടുംബങ്ങളെ നേരെ വരുന്ന പോരാട്ടങ്ങൾ ഒരു വഴിയായി വരുന്നത് 7 വഴിയായി ചിതറിപ്പോകട്ടെ. നിനക്ക് വിരോധമായി വരുന്ന
ഒരായുധവും ഫലിക്കുകയില്ല. ഫലിക്കുമോ? ഇല്ല. പോരാട്ടം വരുമോ? ഉണ്ടാകുമോ? ക്രിസ്തു ശുശ്രൂഷയിലുണ്ട്. ഇവിടെ അക്രൈസ്തവരായ ആളുകൾ കൊണ്ടുവന്ന് പോലും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രിയരെ, ഒരു സമൂഹത്തിൻ്റെ കൾച്ചറാണ്. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സഹായത്തിന് ജാതിയും മതമൊന്നും ഇല്ലല്ലോ, അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ. എങ്കിലും എളിയവരുണ്ടായ ഒരു അനുഭവം എൻ്റെ അപ്പ ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് ധാരാളം പേര് പിശാച് പിടിച്ചവരൊക്കെ പ്രാർത്ഥിക്കാൻ വരും. രാത്രിയിലൊക്കെ ഈ കരയുന്നവർ, ഉറക്കമില്ലാത്തവർ, ഇറങ്ങി ഓടുന്നവരെയൊക്കെ പിടിച്ചു കെട്ടി അപ്പാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. എൻ്റെ അടുക്ക് കൊണ്ടുവരുന്നത് കുറവാണ്. അതെന്താണെന്ന് ഈ അടുത്തിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു പിശാച് പോലെ തോന്നിയ ഒരാളെ പ്രിൻസിപ്പാസ്റ്റർ എടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് യാതൊരു കാരണവശാലും അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു. അതെല്ലാം ചോദിച്ചാൽ പറഞ്ഞു, പുള്ളി സാത്താനെ കണ്ടാലും മോനെന്ന് വിളിക്കുന്ന ആളാണ്. പുള്ളി ഉറക്കം ശ്വാസിക്കത്തില്ല, കരയത്തൊക്കെ ഉള്ളൂ, അത് പോത്തില്ല. അപ്പച്ചനായിരുന്നു, ഒക്കെയായിരുന്നു. സത്യമാണ്. അപ്പച്ചൻ വന്ന് ഒരൊറ്റ ശാസനയൊക്കെ ശാസിക്കുമ്പോൾ ഇതങ്ങ് പോകായിരുന്നു. അങ്ങനെ ഒരു രാത്രി വളരെ ദൂരത്തുനിന്ന് ഒരു അമ്മയെ കൊണ്ടുവന്ന അമ്മ, എൻ്റെ പൊന്നു പ്രിയരെ, അക്രൈസ്തവായ ഒരു അമ്മയാണ്. ആ അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട അമ്മയാണ്. ആ അമ്മയും മക്കളും എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്തിനാ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. പ്രാർത്ഥിച്ചു. അവർക്ക് കുറേ ദിവസം അവർ തുറന്നിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഒരു ഡിപ്രഷൻ ഇങ്ങനെ ഇരിക്കും. പാവം അമ്മ. എൻ്റെ അപ്പ പ്രാർത്ഥിച്ചു. അവർ കണ്ണ് തുറന്നു, തുറന്നു, സന്തോഷം, ചിരിച്ചു, കഞ്ഞിയെടുത്ത് കൊടുത്തു, പ്രാർത്ഥിച്ചു കൊടുത്തു. ഒരാഴ്ചയിലുമായിട്ട് അവർ കഞ്ഞി കുടിക്കാതിരുന്ന അവർ കഞ്ഞി കുടിച്ചു. സന്തോഷമായി അവർക്കെല്ലാം. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോവാ. തിരിച്ച് 2 ഓട്ടോ പിടിച്ചാൽ വന്നേ. അവർ പോകാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഇനി വീട്ടിൽ ചെന്നാൽ പിന്നെ ഉണ്ടായാൽ എന്തോ ചെയ്യും, ഞാൻ ഈ പാസനേജിൽ കിടന്നോട്ടെ. ആയിക്കോട്ടെ. അമ്മ കിടന്നു. സുഖം. അവരെല്ലാം പോയി. അമ്മ നല്ലൊരു അമ്മച്ചി, നല്ലൊരു ഇച്ചയി അവിടെ വീട്ടിലാക്കി. രാത്രിയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് നോക്കിയപ്പോഴൊക്കെ അമ്മ ഉറക്കുക. വെളുപ്പിന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ അമ്മ ഉറക്കുക. പിള്ളേരുടെ പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അവൾ ചായ അനത്തി വെളുപ്പിന് ഒരു 7 മണി ആകാറായപ്പോൾ അമ്മയുടെ മുറിയിൽ ചെന്നപ്പോൾ അമ്മയില്ല. അവിടെ എല്ലാം നോക്കിയിട്ട് ഇല്ല. എന്നെ വന്ന് വിളിച്ചു, ഇച്ചയി ഇവിടെ ഇല്ല, അവിടെ കാണും. ഇല്ല. വന്നു, തപ്പി, എല്ലായിടത്തും പോയി, ഇച്ചയില്ല. എല്ലായിടത്തും തപ്പി, ഇച്ചയില്ല. അപ്പം കാര്യം സീരിയസ് ആയി. അവരുടെ വീട്ടിൽ അറിയിച്ചു, അവിടെ അറിയിച്ചു, പോലീസ് സ്റ്റേഷനിൽ പോയി, ഇച്ചയില്ല. നാട് മുഴുവൻ പിള്ളേരെല്ലാം തപ്പി കിടക്കുക. ഒരു 8:30 ആയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് 2 വണ്ടി ആളിങ്ങോട്ട് വന്നു. ഒരു കാരിരുമ്പിൻ്റെ കൈക്കരുത്തുള്ള ഒരു ഉരുക്ക് മനുഷ്യൻ, അവരുടെ ഭർത്താവ്, നല്ല മനുഷ്യനാണ്, സാധുവാണ്, ഇങ്ങോട്ട് വന്നിട്ട് തന്നെത്താൻ അങ്ങ് ഇടിച്ചു. 2 ഇടി. എൻ്റെ അപ്പ കിടന്നതിന് കാസരയുടെ താഴത്ത് കിടന്നിട്ട് ഒരൊറ്റ ചോദ്യം, പാസ്റ്റർ അച്ചായ, അച്ചാനൊരു സുന്ദരി ഭാര്യയില്ലേ, ഇനി എൻ്റെ കൂടെ വേണം. എൻ്റെനെ ഞാൻ എല്ലാം എഴുതി, എനിക്ക് വസ്തുവും വേണ്ട, വീടും വേണ്ട, എല്ലാം എഴുത്തരാം. എൻ്റെ ഭാര്യ എന്ത് ചെയ്യും? അറിയില്ല. നാട് മുഴുവൻ തപ്പുക. ഒടുവിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ CI പറഞ്ഞു, ഇതൊരു കമ്മ്യൂണൽ റയോട്ട് ആകുമല്ലോ, രാത്രി പ്രാർത്ഥിക്കാൻ വന്ന ആൾ രാവിലെ ഇല്ല, അത് ശരിയല്ലല്ലോ പാസ്റ്ററെ, എന്തോ ചെയ്യും അറിയില്ല. എനിക്ക് ഇന്നും അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ. പോയി കിടന്നു. ഞങ്ങളുടെ ഹോളൊന്ന് പണിതുകൊണ്ടിരിക്കുക, മൊത്തം സിമെൻറ്റും പൊടിയും ഒക്കെയാണ്. അതിനിടയിലോട്ടൊരു കാർപ്പറ്റെ പോയി കമന്ന് കിടന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇച്ചയെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല, എഴുന്നേറ്റാൽ വിവരം അറിയും. ബന്ധുക്കൾ മൊത്തം, പിള്ളേർ സെറ്റ്, അവരുടെ ആൾക്കാർ മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ട് വരിക. എന്തിയെ ഇല്ല. നാടൊട്ടുക്ക് ഒരു സംഘം തപ്പുന്നു. ഇല്ല. പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് ഇല്ല. ഞാനവിടെ കിടക്കുക. 8:30 9:00 10:00 11:00 12:00 1 മണിയാകാറായി. ഞാൻ കർത്താവ് എഴുന്നേക്കത്തില്ല. നിങ്ങൾക്കറിയില്ല, എൻ്റെ ചങ്ക് പിടയ്ക്കുക. എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിച്ച് ചെയ്യുക. എന്തിയെ? ഉച്ചയായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്ന് പറഞ്ഞു, ചേച്ചാ, ഞങ്ങളുടെ കുടുംബമുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡിലാണ് ആ കുടുംബത്തിൻ്റെ കിണറ്റിൽ ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരോ പറയുന്നു. ഒരു സ്ത്രീ കിണറ്റി കിടക്കുന്നു, വരുന്നു. അവർ ഞാനും വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, ഇച്ചയി കിണറ്റി കിടപ്പുണ്ട്, ചത്തിട്ടില്ല. പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ചയെ പിടികെട്ടി കിടക്കുക. എപ്പം ചാടിയാണെന്നറിയാവും? രാവിലെ. പിന്നെ അറിഞ്ഞു 6 മണിക്ക് ചാടിയതാ. പക്ഷേ പൊങ്ങി വന്നപ്പം പോച്ചയെ പിടികിട്ടി. ഒരു 50 കിലോ ഉണ്ട്. കനക്കുറവാണെങ്കിലും പോച്ച പറയത്തില്ലേ? പറഞ്ഞില്ല. 1.5 താഴ്ചയുണ്ട്. നടന്ന സംഭവം. അവസാനം ഫയർഫോഴ്സ് വന്നു, പൊക്കിയെടുത്തു. ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയെ എന്താ പറ്റിയത്? എൻ്റെ ഇച്ചയെ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ സന്തോഷമായിരുന്നു. ഞാൻ മുറ്റത്ത് ഇങ്ങനെ നിന്നപ്പോൾ റോഡിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ എന്നെ ബാന്ന് വിളിച്ചു. ഞാൻ പുറകെ പോയി. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ എന്ന് പറഞ്ഞു, ബാന്ന് പറഞ്ഞു. ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ ആ കയ്യാലെ കയറിയുന്നുകൊണ്ട് വിളിച്ചു, എന്നെ കയ്യെ പിടിച്ച് കയറ്റി. അവിടെ ചെന്നപ്പം കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ തന്നെ ആ കിണറിന് മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ഞാൻ നോക്കി നിന്നപ്പോൾ അവരിങ്ങനെ താഴ്ന്നു പോയി വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചാടി. ഹലൂസിനേഷനാകാം, മാനസിക വിഭ്രാന്തിയാകാം, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പോരാട്ടം മരിക്കാം, എന്തും ആയിക്കോട്ടെ. കൊണ്ടുപോയി. ഞാൻ ചോദിച്ചോട്ടെ, എടുത്തു. ചത്തില്ല. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. അതാ അതിൻ്റെ അത്ഭുതം. ഇന്നാടെ ഭാര്യ ബന്ധുവീട് സന്ദർശിക്കുകയും കാൽ വഴുതി കിണറ്റി വീഴുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. SI ഇന്നാര്, കോൺസ്റ്റബിൾ ഇന്നാര് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഇല്ലേ, വാർത്ത വരത്തില്ലേ? ഉപദേശിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ
കിണറ്റിൽ മരിച്ച് സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റിൽ ഉണ്ടായോ? ഇല്ല. പക്ഷെ ഒന്നെനിക്കറിയാം, 5 മണിക്കൂർ തമ്പുരാൻ്റെ മുമ്പിൽ കിടന്നത്. അവരവിടെ കിടക്കുമ്പോൾ ഞാനിവിടെ കിടക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ സഭയിലുള്ള പാവം പിടിച്ച അമ്മമാർ ഞാൻ കിടക്കുന്ന കണ്ടോണ്ട് വന്ന് കിടന്ന ഹൂളിൽ ഉരുണ്ടുമറിഞ്ഞു പ്രാർത്ഥിച്ചു, തമ്പുരാനെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഒന്നെനിക്കറിയാം, സഭകളെ തകർക്കാൻ, കുടുംബങ്ങളെ തകർക്കാൻ ദുഷ്ടൻ, അരൂപിയായ ദുഷ്ടൻ ശക്തി ഒരുക്കുമ്പോൾ, പോരാട്ടം ഇരിക്കുമ്പോൾ, ദൈവജനമേ ഇങ്ങനെ ഇരുന്നാൽ പോകുക. ഉണരണം, ഉണരണം, ഉണരണം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോട് എളിവൻ ഈ രാത്രി പറയാനുണ്ട്, കർത്താവ് വരാറായി, ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടുന്നു. അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടണം, പ്രാർത്ഥന കൂട്ടണം, കുടുംബ പ്രാർത്ഥനകൾ കൂട്ടണം, വ്യക്തിപരമായ പ്രാർത്ഥന കൂട്ടണം, യാഗപീഠങ്ങൾ പണിയണം, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാമാരംഭങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ആഗ്രഹിക്കുന്നവർ അധികം പ്രാർത്ഥിക്കുവാൻ, ആ സമയത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കുടുംബങ്ങളുടെ നേരെ വരുന്ന ഇരുട്ടിൻ്റെ പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ ഞങ്ങൾ നിഷ്കാസനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ, ദൈവദാസരെന്ന അധികാരത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരുടെയും ഹല്ലേലൂയ തോളോട് തോൾ ചേർന്ന് ഇന്നുകൊണ്ട്, കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ നമ്മുടെ ലക്ഷ്യം കുടുംബങ്ങളുടെ വിടുതൽ, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും കരങ്ങളെ ശിരസിൻ്റെ മുകളിൽ ഉയർത്തിക്കേ. എന്നിട്ട് കരങ്ങൾ ശക്തിയോട് ചേർത്തടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചേ. ആ സ്തുതിക്കുന്ന സമയത്ത് ഹല്ലേലൂയ തീരുമാനിക്കുക, അധികം പ്രാർത്ഥിക്കണം. വളരെ ഗൗരവമായ ഈ കൺവെൻഷൻ ഇവിടെ ഇന്ന് രാത്രി സമാപിക്കുകയാണ് അല്ലേ? ഇന്ന് രാത്രി സമാപിക്കുമ്പോൾ ഒരു വലിയ ആഹ്വാനം എളിവൻ തരികയാണ്. പ്രബലപ്പെടുന്നു ഇരുട്ടിൻ്റെ ശക്തികൾ, പ്രബലപ്പെടുന്നു തീയതികൾ കുറിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ഒരു കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രചാരകൻ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ഇന്ന ദിവസം തകർക്കുവന്ന്, ഇന്നതിനെ തകർക്കുവന്ന് ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുമ്പിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ സൂക്ഷിക്കുന്ന ദൈവം ഈ രാത്രി പോരിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിനക്ക് വിരോധമായി വരുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് തലമുറകളുടെ നേരെ ഉന്നം വെച്ചിരിക്കുന്ന ദുഷ്ടൻ്റെ ലക്ഷ്യങ്ങൾ, ചില ബുദ്ധിയുള്ളതിൻ്റെ ബുദ്ധിയെ കെടുത്തുന്ന, ചില നല്ല സ്വഭാവമുള്ളതിനെ കുരുക്കിപ്പെടുത്തി, പ്രണയത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി, ലഹരിയുടെ കുരുക്കിപ്പെടുത്തി, വിഷാദ രോഗത്തിൻ്റെ കുരുക്കിപ്പെടുത്തി, ആങ്സൈറ്റിയും ഡിപ്രഷനും ഇടുന്ന ദുഷ്ട പൈശാചിക പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒരുപക്ഷെ ഒരു കൗൺസിലർ പറയും അത് സൈക്കോളജിക്കലാണെന്ന്, 100% ശരിയാ. എന്നാൽ ചിലർ അവർ പറയും വി കാൻ ഡു എനിത്തിങ്, കോൺസ്റ്റന്റ് മെഡിസിൻ, ദാറ്റ്സ് ഓൺലി. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇടിച്ച് നിൽക്കുന്നിടത്ത് പ്രാർത്ഥന പ്രബലപ്പെടുന്നത്, പ്രാർത്ഥന ഫലിക്കുന്നത്. വൈദ്യശാസ്ത്രം ഇവിടം വരെ, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നിടത്ത് ഹെൽപ്ലെസ് ആകുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപ എളിയവൻ എത്രയോ വട്ടം കണ്ടു. ഈ രാത്രിയിൽ ആ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടും. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം തന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗികൾ സുഖപ്പെടട്ടെ, രോഗികൾ സുഖപ്പെടട്ടെ. ഈ രാത്രി കർത്താവ് എനിക്ക് അങ്ങയുടെ ഒരു കരസ്പർശനം ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ, ആരെയും നോക്കരുത്. ഇത് ഈ രാത്രി നമ്മുടെ രാത്രി. ഇവിടെ ആര് വന്നിട്ടുണ്ട്? യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു ഈ രാത്രി എഴുന്നള്ളി വന്നിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട്, എന്തുകൊണ്ട്? പത്രോസ് വന്നപ്പോൾ വാതിക്കൽ മുട്ടി. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. പക്ഷെ അന്ന് വാതിൽ തുറന്നില്ല. എന്തിനാ? ഓരോ മുട്ടും അവരെ ഭയചകിതരാക്കും. ഭയപ്പെട്ടിരിക്കുന്നവനെ വീണ്ടും ഭയപ്പെടുത്തുന്നതല്ല കർത്താവ്. ഭയപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും ഭയപ്പെടുത്തുന്നതല്ല കർത്താവ്. അവരെ ഭയപ്പെടുത്താതെ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ശാലോ എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, യഹോവ റാഫ, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, യഹോവ നിസി, നമ്മുടെ വിജയത്തിന്റെ കൊടി, എൽ ശദായി, സർവശക്തൻ, യഹോവ ശാലോം, എൻ്റെ സമാധാനം. യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, എല്ലാം പരാജയപ്പെടുമ്പോൾ പരീക്ഷണത്തിനെങ്കിലും ഇന്ന് രാത്രി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിന് വേണ്ടി നൽകപ്പെട്ട ആ നാമം, ഇമ്പമുള്ള നാമം, മധുരമയുള്ള നാമം, ഒരു ടേസ്റ്റ് ചെയ്യാനെങ്കിലും പറ, യേശുവേ ഇത് സത്യമാണെങ്കിൽ രാത്രി അങ്ങയുടെ ശക്തി എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിൽ വേണം, എൻ്റെ കുഞ്ഞിനെ സ്പർശിക്കണം. വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം എന്ത് ചെയ്യോ? രക്ഷ പ്രാപിക്കും. ഞാൻ എത്രയോ വട്ടം കണ്ടു, VBS-നൊക്കെ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, ഹൃദയം കൊടുക്കുന്നു. അമ്മ തളർന്ന്, അച്ഛൻ മദ്യപാനി, ജ്യേഷ്ഠൻ വഴിയാധാര. എന്നാൽ ഒരു കുഞ്ഞെങ്കിലും ഒരു വീട്ടിൽ യേശുവുമായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ ആ കുഞ്ഞിലൂടെ കുടുംബത്തെ രക്ഷിക്കുന്ന ദൈവപ്രവൃത്തി ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ
വീടുണ്ടെങ്കിൽ ആ വീടിനെ രക്ഷിക്കുന്ന യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിൽക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ആ രക്ഷിക്കുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയും. വചനം പറയുന്നു, അവനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവരൊന്ന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മക്കളായി മാറും. മക്കളെങ്കിൽ അവകാശികളാണ്. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആരും ഇല്ലെന്നുള്ള വിഷയമാണ്. വിശ്വാസ ജീവിതം എന്താ? അത് ബന്ധമാണ്. ആരുമായിട്ടുള്ള ബന്ധം? യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ഈ രാത്രി ഞാൻ അഭിമാനത്തോടെ പറയൂ, എനിക്കെന്ന് യേശു ഒരു അറിവല്ല, എനിക്ക് യേശു എൻ്റെ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരു പിതാവ്, എൻ്റെ മുഖം പാടി അറിയുന്ന ഒരു പിതാവ്, എൻ്റെ രാത്രിയിൽ എൻ്റെ അടുക്കൽ വരുന്ന ഒരു പിതാവ്. ഈ രാത്രി യേശു നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമാകാൻ ഒറ്റ കാര്യം ചെയ്യുക. യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരണമേ. അങ്ങില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്നുകൊണ്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കോ. തന്റെ വീണ്ടും പറയട്ടെ, തന്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രാർത്ഥന ആവശ്യമുള്ളവർ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സമയം അല്പം മുമ്പോട്ട് പോയി എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിങ്ങളെക്കാട്ടിലും തിരക്കി ഞാൻ നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എനിക്കിന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുണ്ട്. വിശുദ്ധരായ ദൈവദാസന്മാർ, വൈദികർ എല്ലാം ഇവിടെ ഉണ്ട്. കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾ എല്ലാവരും സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് നേരെ, അവരുടെ വ്യക്തികൾക്ക് നേരെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു വഴിയായി വരുന്ന ശത്രു യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉന്നം വെച്ച വൈരികളുടെ ശക്തികൾ ഹല്ലേലൂയ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 7 വഴിയായി ചിതറിപ്പോകട്ടെ. ഞങ്ങളെ പോരാട്ടങ്ങളെ, ഇരുട്ടിൻ്റെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യകൾ മാറിപ്പോകട്ടെ. കുടുംബ തകർച്ചകൾ മാറിപ്പോകട്ടെ. കുടുംബ ചിത്രങ്ങൾ മാറിപ്പോകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലഹരിയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. വ്യക്തികൾ ഈ സുവിശേഷത്തിന്റെ ശക്തിയാ ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.